ഓം ശന്നോ മിത്രഃ ശം വരുണഃ ശന്നോ ഭവത്വര്യമ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യച്ഛന്ദസാം വൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോऽധ്യമൃതാ സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഹം വൃക്ഷസ്യ രേരിവ കീർത്തിഃ പൃഷ്ഠം ഗിരേരിവ ഊർധ്വപവിത്രോ വാജിനീവാശ്വമൃതമസ്മി നൃണഗും സവർച്ചസം സുമേധാ അമൃതോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതില് തത് വക്താരം അവതു അവതു വക്താരം, ഇതിലിപ്പോൾ തീരുന്ന സമയത്ത് അത് മാറ്റും. ठीक है, രണ്ടു വട്ടം വരും. ബ്രഹ്മ വദിഷ്യാമി എന്നുള്ളത് ബ്രഹ്മവാദിഷം എന്നാവും. ठीक है. ഇന്നലെ നമ്മള് പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള മന്ത്രത്തിന്റെ കുറച്ച് ഭാഗം മാത്രം വ്യാഖ്യാനിച്ചു അല്ലേ? അതേപോലെ ഇന്നലത്തെ തുടക്കത്തിൽ ഒരു ചോദ്യോത്തരായിരുന്നല്ലോ ജ്ഞാനിയുടെ വ്യവഹാരത്തെ സംബന്ധിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോപാധിക അധ്യാസം എന്നുള്ളത് നിരുപാധിക അധ്യാസം പോലെയല്ല. നിരുപാധിക അധ്യാസം മാറിക്കഴിഞ്ഞാൽ പ്രതീതിയുടെ അനുവൃത്തി ഉണ്ടാവത്തില്ല. അവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യം എക്സ്ട്രാ പറയുന്നത് മാത്രം. ഇവിടെ കയറിലെ സർപ്പത്തിന്റെ അധ്യാസത്തെ നമ്മൾ നിരുപാധിക അധ്യാസം എന്നാ പറയും. അവിടെ സർപ്പഭ്രമം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് കയറാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ സർപ്പത്തെ അവിടെ കാണത്തില്ല. അതുകൊണ്ടാണ്, അതായത് അനുവൃത്തി അവിടെ തുടരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവിക അധ്യാസത്തിൽ നിന്ന് അതിനെ മാറ്റിവെച്ചത്. അതെന്തുകൊണ്ടാ? ഉപാധി ഇരിക്കുന്ന കാലത്തോളം ഒന്നുകിൽ ഭ്രമം വരും, ഭ്രമം മാറിയാൽ പ്രതീതിയുടെ അനുവൃത്തി വരും. ഇതിന് സമാനമായിട്ട് അന്ധക്കരണം എന്നുള്ള ഉപാധി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിൽക്കുന്നത് കൊണ്ട് ഉപാധിയായിരിക്കുന്ന അന്ധക്കരണത്തെ കൊണ്ട് സ്വാഭാവികമായിരിക്കുന്ന അധ്യാസമായിരുന്നു മുമ്പ് നടന്നത് എന്നുള്ളതിനാൽ അജ്ഞാനം മാറിയാലും അനുവൃത്തി മാറത്തില്ല. ജഗത്തിനെ ജ്ഞാനിക്കും ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ജ്ഞാനി വ്യവഹരിക്കുന്നത്, എങ്ങനെ ഉപദേശാദികളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ്. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. അതല്ലാതെ ഇവിടെ ഗുരു എന്നൊരു, ജ്ഞാനിയാണ് മുഖ്യ ഗുരു, ജ്ഞാനിയാണ് മുഖ്യ സന്യാസി, ജ്ഞാനിയാണ് മുഖ്യ ഗുരു. പക്ഷേ ലോകത്തിലെ ഗുരുക്കന്മാരെ എടുക്കുമ്പോൾ പലപ്പോഴും ഇന്നലെ ചോദ്യം വന്നല്ലോ ഗുരു എന്നുള്ള ഇതില്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നില്ല. ठीक है. എന്താ ഒന്നുകൂടെ പറയാവോ? ഇപ്പൊ പറഞ്ഞ ആദ്യം പറഞ്ഞതേ. അതായത് അന്ധക്കരണം നിലനിൽക്കുന്ന കാലത്തോളം ജ്ഞാനിക്ക് ഈ ലോക വ്യവഹാരം അതേപടി നടക്കും. പക്ഷേ ഭ്രമമില്ല, ബാധിതാനുവൃത്തി മാത്രം. അതായത് മിഥ്യ എന്ന് നിശ്ചയിച്ച ശേഷം പ്രതീതിയുടെ പഴയതുപോലെ പ്രതീതി പിന്നെയും വരുമ്പോഴാണ് ഇതിന് അനുവൃത്തി എന്ന് പറയുന്നത്. ബാധിത അനുവൃത്തിയാണ്. ബാധിത വസ്തുക്കളുടെ വീണ്ടും ഉള്ള ഗമനം അനുവൃത്തിയാണ്. ബാധിച്ചു പോയിട്ടും സർപ്പം ബാധിച്ചു പോയാൽ പിന്നെ കാണപ്പെടത്തില്ല. പക്ഷേ സ്ഫടികത്തിലെ രക്തിമാഭ്രമം മാറിയാലും സ്ഫടികത്തെ രക്തമായിട്ട് തന്നെയാണ് പിന്നെയും കാണുന്നത്. എപ്പോൾ വരെ അവിടെ
ചെമ്പരത്തി ജപാകുസുമം ഇരിക്കുന്നുവോ? ഓക്കെ, ഉപാധി മാറിയാൽ ആ ഉപാധിക്കനുസരിച്ച് സ്ഫടികത്തിലെ രൂപത്തിനും മാറ്റം ഉണ്ടാവും. ഇനി ജ്ഞാനിയുടെ വിദേഹ കൈവല്യാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ശരീരവും വീണ് കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനിക്ക് ആ ഉപാധിയായിരിക്കുന്ന ശരീരവും ഇരിക്കുന്നില്ല, അന്ധക്കരണവും ഇരിക്കുന്നില്ല, അജ്ഞാനമായിരിക്കുന്ന ഉപാധി പണ്ടേ ജ്ഞാനിയായ സമയത്തെ നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും ജ്ഞാനിക്ക് ഞാൻ എന്നുള്ള ഒരു വൃത്തി പോലും വരത്തില്ല. ठीक है, ഞാൻ ഇരിക്കുന്നു എന്ന് ജ്ഞാനിക്ക് വിദേഹ കൈവല്യാവസ്ഥയിൽ തിരിച്ചറിയാൻ പോലും പറ്റില്ല. അതായത് വൃത്തി എന്നുള്ള ജ്ഞാനം 3 വിധത്തിലാണ് വരുന്നത്. 2 ക്ലാസ്സിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അത് അന്ധകരണത്തിന്റെ വൃത്തി, അതല്ലെങ്കിൽ സാക്ഷിക്കുണ്ടാകുന്ന വൃത്തി, അവിദ്യയുടെ വൃത്തി. അത് രണ്ടും ജീവനെ സംബന്ധിച്ച്. പിന്നെയുള്ളത് മായാവൃത്തിയാണ്. അത് ഈശ്വരനെ സംബന്ധിച്ച് വരുന്നതാണത്. ഈശ്വരൻ ജഗത് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വൃത്തിയാണ് മായാവൃത്തി. ജ്ഞാനിയായ സ്ഥിതിക്ക് അവിദ്യ അഭിന്നമായിരിക്കുന്ന മായ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് മായയുടെയോ അഥവാ അവിദ്യയുടെ കാര്യമായിരിക്കുന്ന അന്ധക്കരണവും നഷ്ടപ്പെട്ടു പോയ സ്ഥിതിക്ക് ഇനി ഒരാകാരത്തിലും വൃത്തി സംഭവിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് വിദേഹ കൈവല്യാവസ്ഥയിൽ ജ്ഞാനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നതല്ല. ബ്രഹ്മത്തെ തന്നെ ഞാൻ എന്ന് ഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനിയായ ശേഷം ഞാൻ പഞ്ചസാരയെ ഉറുമ്പ് ഭക്ഷിക്കുന്നത് പോലെ ബ്രഹ്മത്തിന്റെ ആനന്ദം നുകർന്നുകൊണ്ടിരിക്കും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ജ്ഞാനിയുടെ കാര്യം ദൂരത്ത്, ബേസിക് ടെക്സ്റ്റിന്റെ ബോധം പോലും ഇല്ല. ഈ ഒരു പ്രസംഗം പൂർവപക്ഷിയുടെ ഭാഗത്ത് നിന്ന് മാധ്വമതത്തിൽ ഉന്നയിക്കുന്നതാണ്. നിങ്ങൾ അദ്വൈത സിദ്ധി എടുത്തു കഴിഞ്ഞാൽ കാണാതില്ല. മാധ്വമതത്തിന്റെ ഖണ്ഡനം അദ്വൈത സിദ്ധിയിൽ വരുന്നവരെ ഈ ഒരു പ്രസംഗം വരുന്നുണ്ട്. ठीक है, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. അപ്പോൾ ജ്ഞാനിക്ക് അന്ധക്കരണം എന്നുള്ള ഉപാധി ഇരിക്കുമ്പോഴാണ് വ്യവഹാരം സംഭവിക്കുന്നത്. ഈ ശിഷ്യ താടനാദികൾ എന്ന് പറയും. ഭിക്ഷാടനം, ശിഷ്യ താടനം, അതായത് ശിഷ്യന്മാരെ എന്താണ് ശാസ്ത്രം പറഞ്ഞ് അഭ്യസിപ്പിച്ചെടുക്കണ്ടേ. അതേപോലെ വിശക്കുന്ന സമയത്ത് ഭിക്ഷയ്ക്ക് പോകണ്ടേ? അല്ല, ജ്ഞാനിക്ക് വിശക്കുവോ? അതാണ് പറഞ്ഞത്. ജ്ഞാനിയുടെ വ്യവഹാരം അജ്ഞാനിയുടെ വ്യവഹാരമായിട്ട് സമാനമാണ്. അതായത് പ്രാരബ്ധാനുസൃതമായിട്ട് മാത്രമേ ജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ കുറെ വലിയ വലിയ ആചാര്യന്മാർക്ക് പോലും പ്രശ്നം ഉണ്ടാവുന്ന ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതായത് പ്രാരബ്ധം എന്നുള്ള സാധനത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാൽ ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടാവണമെങ്കിലും പ്രാരബ്ധമുണ്ട്. അതെന്തുകൊണ്ടാ? ചിലർ പറയും പ്രാരബ്ധത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളത് സുഖം, ദുഃഖം, മാനം, അപമാനം ഇതൊക്കെയാണ് പ്രാരബ്ധത്തിൽ പെട്ടിരിക്കുന്നത്. ജ്ഞാനം പുരുഷാർത്ഥത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രയത്നം ചെയ്താൽ ജ്ഞാനം കിട്ടുമെന്ന് പറയും. പക്ഷെ ഇത് സംഭവിക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ശ്ലോകമുണ്ട്, യദഭാവി ന തദ്ഭാവി ഭാവി ചേത് തഥന്യഥ ന തഥന്യഥ ഇതി ചിന്താ വിഷഗ്നോയം ബോധോ ഭവതി ദുഃഖഃ. വരാതിരിക്കേണ്ടത് വരത്തുമില്ല, വരേണ്ടത് വരാതിരിക്കത്തുമില്ല എന്നുള്ള തിരിച്ചറിവ് സകല ദുഃഖങ്ങളെയും ഹനിക്കുന്ന തിരിച്ചറിവാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത ബ്രഹ്മജ്ഞാനം വന്ന് കയറത്തില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി. ഇങ്ങനെ പറയുന്ന ചിലർ പറയുമല്ലോ, ഇത് പ്രാരബ്ധ അന്തർഗതമല്ല. ഓക്കെ, ഗുരു അങ്ങ് തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇപ്പം വേണേ ഉണ്ടായനെ, അതുകൊണ്ട് ആശ്രമത്തിന്റെ പണിയൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. ഓക്കെ, ഇത് നടക്കൂല. കാരണം എന്താ പറഞ്ഞാല് അവരോട് ചോദിക്കേണ്ടത് ഈശ്വരൻ സർവജ്ഞനാണോ അല്ലയോ? നിങ്ങളുടെ മതത്തിൽ ഈശ്വരൻ സർവജ്ഞനാണോ അല്ലയോ? അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആർക്കും സത്കാര്യത്തെ മാനിച്ചു പോകുന്ന നേരം ഈശ്വരവാദികൾക്ക് ഒരിക്കലും ഈശ്വരൻ അസർവജ്ഞനാണെന്ന് മാനിക്കാൻ പറ്റത്തില്ല. അന്നപ്പോൾ സർവജ്ഞനാണെന്നിരിക്കെ ഈ ജീവന്മാരുടെ അവസാന ജന്മം വരെയുള്ള കാര്യം അറിയാൻ പറ്റുമോ? അവിടെ ആന്ന് പറയണം. ഇല്ലെന്ന് പറഞ്ഞാൽ അസർവജ്ഞത കയറി വരും. ഇത് മുഖ്യ സിദ്ധാന്തമല്ല കേട്ടോ. ഞാൻ വേറൊരു വഴിക്ക് ഈ ഒരു കാര്യം സിദ്ധിക്കാൻ വേണ്ടി സംസാരിക്കുന്നതേ ഉള്ളൂ. അന്നപ്പോൾ ഒരു ജീവന്റെ അവസാന ജന്മം വരെ എന്ന് പറഞ്ഞാൽ ജ്ഞാനം കിട്ടുന്നത് ഏത് ജന്മത്തിലാണെന്ന് അങ്ങേർക്ക് അറിയാം. അപ്പൊ ഉറപ്പാണ് അങ്ങേർക്ക് അറിയാമായിരുന്നു എങ്കിൽ എന്താണെന്ന്, ഇത് ഏതോ ഒരു ജന്മത്തിൽ സംഭവിക്കേണ്ടതാണ്. അത് ഏത് ജന്മം എന്നില്ല, ആ ജന്മം പൂർവ്വത്തിലെ നിശ്ചിതമാണ് ഏത് ജന്മത്തിലാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രാരബ്ധത്തിൽപ്പെട്ടതാണ്. ഇതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അദ്വൈത സിദ്ധി, ബ്രഹ്മസൂത്രം എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ബ്രഹ്മസൂത്രത്തിന്റെ അവസാന പാർട്ടിൽ വരുന്നത്
ഭോഗപ്രാരബ്ധത്തിന് ജ്ഞാനപ്രാരബ്ധവുമായിട്ട് വിരോധമില്ല എന്നപ്പോൾ ജ്ഞാനപ്രാരബ്ധം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രാരബ്ധങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കാമെന്നർത്ഥം. അപ്പം ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും ജഗത്തിന്റെ ഭോഗം, ठीक അതായത് ഭിക്ഷാടനം നടത്തേണ്ട സമയത്ത് ഭിക്ഷാടനം നടത്തിയേ പറ്റത്തുള്ളൂ. അയ്യേ ഞാൻ ജ്ഞാനി ആയിപ്പോയി, ഇനി എങ്ങനെ ഭിക്ഷാടനം നടത്തുന്നു എന്ന് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനിയുടെ ലക്ഷണം മാത്രമാണ്, ജ്ഞാനിയുടെ ലക്ഷണമല്ല. ठीक പിന്നെ എത്ര കളിച്ചാലും ഒരു അജ്ഞാനിക്ക് ജ്ഞാനിയോളം എന്ന് പറയാൻ എങ്ങനെ ഡ്രാമ കളിച്ചാലും എത്തൂല. ठीक അതായത് ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ 3 വർഷം കൊണ്ട് ജ്ഞാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ ചില ഗ്രന്ഥങ്ങൾ ഇന്ന് മലയാളത്തിൽ തന്നെ ഉപലബ്ധമാണ്. ठीक ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിലും കാണാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ ഇത്രയും സമയം കൊണ്ട് ജ്ഞാനം കിട്ടുമെന്നുള്ള കാര്യം. നമ്മൾക്ക് ആരുടെയും കയ്യിലല്ല അതുള്ളത്. പ്രാരബ്ധത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആ വിഷയം കഴിഞ്ഞു. ഇനി പ്രസംഗത്തിലേക്ക് കയറുകയാണ്. പൂർണ്ണം അധഹ, പൂർണ്ണ വസ്തുവാണത്. പൂർണ്ണം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? പൂർണ്ണം ദേശകാല വസ്തു ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം. ദേശ പരിച്ഛേദ ശൂന്യം, കാല പരിച്ഛേദ ശൂന്യം, ആ വസ്തുവിൽ കാലത്താലും പരിച്ഛേദമില്ല, ദേശത്താലും പരിച്ഛേദമില്ല, വസ്തുവിനാലും പരിച്ഛേദമില്ല. അപ്പൊ 2 ഘട്ടം പറഞ്ഞു. പൂർണ്ണം അധഹ, പൂർണ്ണം ഇദം. ഇതും പൂർണ്ണം അധഹ എന്നുള്ളത് പോലും ഒരു വാക്യമാണ്. അത് പൂർണ്ണമാകുന്നു. അപ്പൊ ഒരു വാക്യസ്ഥലത്ത് ഇവിടെ ഇപ്പോൾ പൂർണ്ണം എന്നുള്ളൊരു പദവും അധഹ എന്നുള്ളൊരു പദവുമാണ്. അപ്പൊ പദങ്ങൾ കൂട്ടിച്ചേർന്നിട്ട് വാക്യം ഉണ്ടാവും. അപ്പൊ വാക്യാർത്ഥ ബോധത്തിന് മുന്നേ പദത്തിൽ നിന്ന് പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണം. നമ്മൾക്ക് ഈ ഒരു വാക്യബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ളത് എന്നുള്ളതിന്റെ അറിവ് ആവശ്യമാണ്. ഇതൊക്കെ പ്രക്രിയാഭാഗത്ത് വരേണ്ടതാണ്. ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം പദത്തിൽ നിന്ന് പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരു വാക്യം കേൾക്കുന്ന സമയത്ത് വാക്യത്തിന്റെ ഘടകമാണ് പദം. ആ പദത്തിൽ നിന്ന് പദാർത്ഥത്തിന്റെ ജ്ഞാനം ഉണ്ടാവും. ആ പദാർത്ഥത്തിന്റെ ജ്ഞാനം എന്നുള്ളത് കേവലം സ്മൃതിയാണ്. പക്ഷേ വാക്യാർത്ഥത്തിന്റെ ജ്ഞാനം സ്മൃതിയല്ല, അനുഭവമാണ്. നമ്മൾ 2 ക്ലാസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തെ നമ്മൾ രണ്ടാക്കി, സ്മൃതിയും അനുഭവവും. അനുഭവത്തിൽ നിന്ന് മാത്രമേ സ്മൃതി ഉണ്ടാവത്തുള്ളൂ. അനുഭവം ഉണ്ടായി അനുഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ജനിക്കും. ആ സംസ്കാരത്തിൽ നിന്നാണ് സ്മൃതി ഉണ്ടാവുന്നത്. ഇപ്രകാരം ജ്ഞാനത്തെ നമ്മൾ രണ്ടാക്കി. സംസ്കാരം ജ്ഞാനസ്വരൂപമല്ല. സംസ്കാരത്തിന്റെ മുന്നേയും പിന്നെയും ജ്ഞാനമാണ്. ഒന്ന് ആദ്യം അനുഭവം, രണ്ടാമത്തത് സ്മൃതി. അപ്പോൾ ഈ സമയത്ത് ഈ പൂർണ്ണം അധഹ എന്നുള്ള സ്ഥലത്ത് പൂർണ്ണം എന്നുള്ള പദത്തിൽ നിന്ന് പൂർണ്ണ വസ്തുവിന്റെ ബോധം ഉണ്ടാവുന്നത് അത് സ്മരണാത്മക ബോധമാണ്. ഈ സ്മരണാത്മകമായിരിക്കുന്ന പദാർത്ഥ ബോധസ്ഥലത്ത് പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധത്തിന്റെ ഗ്രഹണം, പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധത്തെ നമ്മൾ ശക്തി എന്ന് പറയും. ठीक അസ്മാത് പദാത് അയമർത്ഥ ബോധഭ്യ ഇത് ഈശ്വര സങ്കേത എന്ന് പറയും. ഈ പദത്തിൽ നിന്ന് ഈ ഒരു അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവട്ടെ എന്ന ഈശ്വരന്റെ സങ്കേതം എന്ന് പറയും. ഈശ്വരന്റെ ഇച്ഛയാണ് ശക്തി. ആ ഒരു ഈശ്വര സങ്കേതത്തെ, ഈശ്വരന്റെ ഇച്ഛയെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ 2 പേരുടെ വ്യവഹാരത്തെ കണ്ടിട്ടാണ് ബാലകൻ ഈ പദത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. ठीक ഈ സ്ഥലത്തൊക്കെ വലിയ വലിയ കഥകൾ തന്നെ ഉണ്ടാവും. അതും ലോവർ ലെവലിലല്ല കേട്ടോ, ഹയർ ടെക്സ്റ്റിലൊക്കെ കയറി വരും. അതായത് ഒരു ഉത്തമ വൃദ്ധൻ ഉണ്ടാവും, ഒരു മധ്യമ വൃദ്ധൻ ഉണ്ടാവും, ഒരു ബാലകൻ ഉണ്ടാവും. ഉത്തമ വൃദ്ധൻ എന്ന് പറഞ്ഞാല് അച്ഛന്റെ അച്ഛൻ. ठीक തന്റെ അച്ഛനോട് ഒരു വാക്യപ്രയോഗം നടത്തുകയാണ്. ഘടമാനയ, ഘടഹ എന്ന് പറഞ്ഞാൽ കുടം, മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. ठीक പദങ്ങൾ, ठीक സാമാന്യ പദങ്ങളൊക്കെ പരമാവധി മനസ്സിലാക്കുക. സംസ്കൃത പദം കൂടുതലാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വരുന്നത് ഇത് ഗ്രന്ഥത്തിലൂടെ പോകുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടാണത്. ठीक എല്ലായ്പ്പോഴും മലയാളം പദം കയറി വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് അതിന്റെ അർത്ഥം. അപ്പോൾ മധ്യമവൃദ്ധനോട് പറയാണ് ഉത്തമവൃദ്ധൻ ഘടമാനയ, ആ ഘടത്തെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ മധ്യമവൃദ്ധൻ എന്ത് ചെയ്യും? ഘടത്തെ എടുത്ത് കൊണ്ടുകൊടുക്കും. അത് തിരിച്ചുകൊണ്ട് അവിടെ വെച്ചെന്ന് പറയുന്ന സമയത്ത് ഈ ഘടത്തെ തിരിച്ചുകൊണ്ട് വെക്കും. അപ്പം ഘടം ആനയ, ഘടം നയ, ഇങ്ങനെയുള്ള വാക്യപ്രയോഗം കേട്ട് കേട്ട്
ബാലകന് മനസ്സിലാവുകയാണ് ഘടം എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് ഈ കാണുന്ന കമ്പുഗ്രീവാദിമാൻ, വെള്ളം നിറച്ച് വെക്കാൻ പറ്റുന്ന പാത്രം. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കുറെ സ്ഥലമുണ്ട് കേട്ടോ. ശക്തിഗ്രഹോ വ്യാകരണോപമാനാത് കോശാപ്തവാക്യാദ് വ്യവഹാരതശ്ച എന്ന് പറഞ്ഞിട്ട് പല ഘട്ടത്തിലൂടെ പദപദാർത്ഥ സംബന്ധമായിരിക്കുന്ന ശക്തിജ്ഞാനം ഉണ്ടാവും. ഇങ്ങനെ ശക്തിജ്ഞാനം ഉള്ളവർക്ക് മാത്രമാണ് പദത്തിൽ നിന്ന് പദാർത്ഥബോധം ഉണ്ടാവത്തുള്ളൂ, അതായത് പദാർത്ഥത്തിന്റെ സ്മരണം നടക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു വാക്യത്തിലിരിക്കുന്ന മുഴുവൻ പദത്തിന്റെയും അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില സമയത്തെ ഒരു പദാർത്ഥത്തിന്റെ ഗ്രഹണം പോലും മറ്റു പദങ്ങളിൽ നിന്ന് അർത്ഥം ഗ്രഹിക്കുമ്പോൾ വാക്യാർത്ഥ ബോധം ഉണ്ടാവുന്ന സ്ഥലത്തും ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥിതി. എന്നപ്പോൾ പദത്തിൽ നിന്ന് പദാർത്ഥബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സകല പദത്തിൽ നിന്നും സകല പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പദാർത്ഥങ്ങളുടെ പരസ്പര അന്വയത്തെയാണ് വാക്യാർത്ഥം എന്ന് പറയുന്നത്. പരസ്പര സംബന്ധം, അന്വയം എന്ന് പറയുന്ന സംബന്ധം, പദാർത്ഥങ്ങൾ പരസ്പര സംബന്ധിപ്പിക്കുക. ഘടം, അത്ര, ഇവിടെ, ആനയ, കൊണ്ടുവരൂ, ഇങ്ങനെയുള്ള ഓരോരോ പദത്തിൽ നിന്ന് ഓരോരോ പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടായ ശേഷം ഓരോരോ പദാർത്ഥങ്ങളെ പരസ്പര സംബന്ധിപ്പിക്കുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. വാക്യാർത്ഥം എന്ന് പറയും. പദാർത്ഥങ്ങളുടെ അന്വയത്തെയാണ് വാക്യാർത്ഥം എന്ന് പറയാ. ഈ പദാർത്ഥങ്ങളുടെ അന്വയബോധത്തെയാണ് വാക്യാർത്ഥ ബോധം എന്ന് പറയാ. എന്ന് പറഞ്ഞ പദാർത്ഥങ്ങൾ പരസ്പരം മേളിപ്പിച്ച് കൂട്ടി ചേർത്ത് വാക്യാർത്ഥത്തിന്റെ ബോധം ഉണ്ടാവും. അപ്പൊ വാക്യാർത്ഥ ബോധം പ്രതി പദാർത്ഥ ബോധം കാരണം, പദാർത്ഥ ബോധം പ്രതി ശക്തിജ്ഞാനം കാരണം. അവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞു? ആ വസ്തു പൂർണ്ണമാകുന്നു. അതേപോലെ ഈ ആത്മാ എന്നുള്ള ആ ഈശ്വരന്റെ, അതായത് നമ്മൾ പറഞ്ഞു പദത്തിൽ നിന്ന് പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ആ പദാർത്ഥം ശക്യമായിരിക്കാം, ചില സമയത്ത് നമ്മൾക്ക് ഗ്രഹിക്കേണ്ടത് ലക്ഷ്യത്തെ ആയിരിക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വഴിയിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോ എന്ന് വിളിക്കും. പക്ഷെ ആരെയാ ഉദ്ദേശിച്ച് വിളിക്കുന്നത്? ഓട്ടോക്കാരനെയാണ്, അല്ലെ? അപ്പൊ വണ്ടി നിർത്തുന്നത് ഓട്ടോക്കാരനെയാണ്. അപ്പൊ അവിടെ ഓട്ടോ എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട്ടോ ഡ്രൈവറെ ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചത്. ഇന്ന് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി പറഞ്ഞു, നിങ്ങൾ ബുക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കാണുക, ഗംഗായാം ഘോഷഃ എന്നുള്ള വാക്യമായിരിക്കും. ഗംഗയിൽ, ഗംഗ എന്ന് ഉദ്ദേശിച്ചത് ഗംഗ ശബ്ദത്തിന്റെ വാച്യാർത്ഥം പ്രവാഹമാണ്, നദി. ഘോഷം എന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി, ഗ്രാമം എന്നർത്ഥം. നദിയിൽ ഒരിക്കലും ഗ്രാമം ഇരിക്കത്തില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് ഗംഗാ ശബ്ദത്തിന് ഗംഗാ തീരം എന്നർത്ഥം എടുക്കും. അപ്പം ആദ്യം ഗംഗാ ശബ്ദത്തിൽ നിന്ന് അതിന്റെ പദാർത്ഥം ശക്യാർത്ഥമായിരിക്കുന്ന പ്രവാഹമായിരിക്കുന്ന നദിയെയും ഗ്രഹിച്ചു. പിന്നെ ആ നദിയുടെ സംബന്ധമിരിക്കുന്ന തീരത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ലക്ഷണ ചെയ്യും. ഏതിനെ? ആ ഗംഗാ പദത്തിനെ ലക്ഷണ ചെയ്തിട്ട് ആ ലക്ഷ്യമായിരിക്കുന്ന തീരത്തെ ഗ്രഹിക്കും. അപ്പൊ തീരത്തിൽ ഗ്രാമം ഇരിക്കോ? ആയിരിക്കും. എന്നപ്പോൾ ഗംഗയിൽ ഗ്രാമം ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് ഗംഗാ തീരത്ത് ഗ്രാമം ഇരിക്കുന്നു എന്നാ അർത്ഥം. എങ്ങോട്ട് പോയി? ഗംഗയിൽ പോയി എന്ന് പറയാറുണ്ട്. കാരണം ഗംഗാ തീരത്തുള്ള ആശ്രമക്കാർ ഗംഗയുടെ ഓരങ്ങളിൽ നടക്കാനായിട്ട് പോകും. അപ്പോഴും നമ്മൾ ഗംഗയിൽ പോയി പറയാറുണ്ട്. അവിടെ കുളിക്കാൻ പോയതല്ല, നടക്കാൻ പോയാലും അങ്ങനെ തന്നെ പദപ്രയോഗം നടക്കും, ബാക്കി പ്രയോഗം നടക്കും. അപ്പൊ ഇവിടെ ഇപ്പോൾ അധ എന്നുള്ള ശബ്ദത്തിന് അത് എന്ന് അർത്ഥം. അത് എന്നുള്ളത് കൊണ്ട് തത്വമസി എന്നുള്ള സ്ഥലത്തെ തത്ശബ്ദത്തിന്റെ വാച്യാർത്ഥമായിരിക്കുന്ന ഈശ്വരൻ, അതേപോലെ ഇവിടെയും അധ എന്നുള്ള ശബ്ദം കൊണ്ട് വാച്യാർത്ഥമായിരിക്കുന്ന ഈശ്വരനെ ഗ്രഹിക്കും. പക്ഷേ പൂർണ്ണം എന്ന് പറയണമെങ്കിൽ എന്തന്വയിക്കണം? ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യത്വം പറയണം. ഈശ്വരനില് ഉപാധിയായിരിക്കുന്ന അവിദ്യ ഇരിക്കുന്നത് കൊണ്ട് പൂർണ്ണനല്ല ഈശ്വരൻ. അതെന്ത് പറ്റി? ഇതാണ് നമ്മൾ ഈശ്വരൻ പൂർണ്ണൻ എന്ന് പറയുമ്പോൾ ഗുണവിശിഷ്ട ഈശ്വരൻ അല്ല പൂർണ്ണൻ. അതായത് അവിദ്യ ഇരിക്കുമ്പോൾ മാത്രമാണ് ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള ഗുണങ്ങളൊക്കെ ഈശ്വരനിൽ വന്ന് കയറത്തുള്ളൂ. പക്ഷെ അവിദ്യ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പൂർണ്ണത്വം വരത്തില്ല. കാരണം വസ്തുപരിച്ഛേദം വന്നു കയറി. ഇങ്ങനെ വസ്തുപരിച്ഛിന്നമായിരിക്കുന്ന ഒരു വസ്തു പൂർണ്ണമല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ അധശബ്ദത്താൽ പറയപ്പെട്ടിരിക്കുന്നത് ഈശ്വരനല്ല, മറിച്ച് ഉപാധിരഹിതനായിരിക്കുന്ന കേവല ബ്രഹ്മമായിരിക്കും. ആ ബ്രഹ്മത്തിൽ ഉപാധിയായിരിക്കുന്ന അവിദ്യ പോലും ഇരിക്കാത്തത് കൊണ്ട് പൂർണ്ണമാണ്. ഇനി എന്ത് പറയാണ്? പൂർണ്ണം ഇതം. ഇത് അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ജീവൻ, ഈ ജീവൻ ആത്മാ, ഇവനും പൂർണ്ണമാണ്. ആ വസ്തുവും പൂർണ്ണമാണ്, ഈ വസ്തുവും പൂർണ്ണമാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഇവിടെ കാണിക്കാൻ പറ്റുമോ? എന്താ ഒരു ആപത്തി? ശാസ്ത്രത്തിൽ ആപത്തി എന്നുള്ള ശബ്ദമാണ് വരിക.
അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. ഇത്രയും പറയുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ആപത്തി കൊണ്ടുവരേണ്ടതാണ്. ആദ്യത്തെ ഇതുവരെ പറഞ്ഞ ഇത് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ദോഷം ഉന്നയിക്കാം. രണ്ട് വസ്തു ഉണ്ടായിട്ട് അത് പൂർണ്ണമാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏക വസ്തു അതെന്തുകൊണ്ടാ? അല്ലേ പൂർണ്ണം? അതെന്തുകൊണ്ടാ? അതെന്ന് ദേശകാല പറയുന്നുണ്ടോ? അതിന്ന് ഇതെന്ന് എന്തുകൊണ്ട് പറഞ്ഞോ? ഇവിടെ ഇപ്പോൾ പറഞ്ഞതിന്റെ പേരിലല്ല, രണ്ട് വസ്തു വന്നു, അതുകൊണ്ട് ദോഷമുണ്ട്. അതെന്താണ് ദോഷം? രണ്ട് വസ്തു വന്നാല് വസ്തുപരിച്ഛേദം. അത് തന്നെ, വസ്തുപരിച്ഛേദം കയറി വരും. ठीक വേറൊരു വസ്തുവിനാൽ ഈ വസ്തു പരിച്ഛിന്നമാവും, ഈ വസ്തുവിനാൽ ആ വസ്തു പരിച്ഛിന്നമായി കഴിഞ്ഞാൽ പൂർണ്ണമാവത്തില്ല. പിന്നെ എന്താ? ഇതൊക്കെ ഉത്തരം തരാം. ठीक പക്ഷെ പറയാണ്, ഇതേ ഈ പൂർണ്ണത്തിൽ നിന്ന് ഉത്പന്നമായതാണ്. പൂർണ്ണത്തിൽ നിന്ന് ഉത്പന്നമായതുകൊണ്ട് ഇവിടെ വസ്തു പരിച്ഛേദമില്ല. തീർന്നിട്ടില്ല കേട്ടോ, ഉത്തരം തീർന്നിട്ടില്ല. ഇതിന്റെ 1 by 1 ആയിട്ട് തരാം. പൂർണ്ണ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണ ജീവൻ ഉത്പന്നമായതുകൊണ്ട് വസ്തു പരിച്ഛേദം വരത്തില്ല. ഇതെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഉത്പത്തി എന്നുള്ളത് രണ്ട് വിധത്തിൽ സംഭവിക്കും. പരിണാമ പക്ഷത്തിലും വിവർത്ത പക്ഷത്തിലും ഉത്പത്തി കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ വികല്പം പറഞ്ഞാലും ഈ ലോകം ഞങ്ങൾ കാണുന്നില്ലടോ, കുറേരായി ठीक ശാസ്ത്രം പറയാൻ തുടങ്ങുന്നു. ഇത് തന്നെയാണ് പൂർവപക്ഷിയുടെ പ്രസംഗവും. നിങ്ങൾ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ അനുഭവപ്പെടുന്ന ജഗത്തിനെ വെറുതെയെങ്കിലും കയറി നിഷേധിച്ചിട്ട് എന്ത് കിട്ടാന്? എന്നപ്പോൾ നമ്മൾക്ക് ജഗത്തിന്റെ ഉത്പത്തിയെ രണ്ട് വിധത്തിൽ കൊണ്ടുവരാം. ഒന്ന്, പരിണാമം. ജഗത്തിനെ വേണ്ടാലോ, ഇവിടെ പാരാ പൂർണ്ണമായിരിക്കുന്ന ജീവൻ. ठीक ജഗത്തിന്റെ കാര്യം വേറെ പറയാം, ഇവിടെ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. പൂർണ്ണമായിരിക്കുന്ന ഒരു ജീവൻ പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉദച്യതേ, ഉദ്രിച്യതേ, ഉത്പദ്യതേ എന്ന് ഭാഷ്യത്തിൽ കാണാം. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിന്റെ ഉത്പത്തി ഉണ്ടായിരിക്കുന്നു. ഈ ഉത്പത്തി സ്ഥലത്ത് നമ്മൾ ഉത്പത്തി എത്ര വിധത്തിൽ വരും എന്നുള്ള കാര്യം നോക്കണം. മൃത്തിൽ നിന്ന് ഘടം ഉണ്ടാവുന്നത്, ഘടം മൃത്തിന്റെ പരിണാമമാണെങ്കിൽ പരിണാമം ഏതിനു വരുന്നുവോ അതിനെ നമ്മൾ പരിണാമി എന്ന് പറയും. അപ്പോൾ ആ മൃത്ത് എന്നുള്ളത്, ഘടത്തിന്റെ കാരണമായിരിക്കുന്ന മൃത്ത് പരിണാമി ഉപാദാന കാരണമായി മാറും. ഉപാദാനമാണ് പരിണാമിയായിരിക്കുന്ന കാരണം, പരിണാമി ഉപാദാന കാരണം. ഇനി ആ മൃത്തിന്റെ വിവർത്തമാണ് ഘടമെങ്കിൽ വിവർത്ത ഉപാദാനമായി മാറും മൃത്ത്. മൃത്തിൽ നിന്ന് ഘടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏത് പക്ഷത്തെ എടുക്കും? മൃത്ത് കാരണമാണ്. ആ കാരണം പരിണാമി കാരണമാണോ അഥവാ വിവർത്ത കാരണമാണോ? പരിണാമി കാരണമാണെങ്കിൽ പൂർവത്തിൽ ഇല്ലാതിരുന്ന ഒരു ഘടം മൃത്തിൽ നിന്ന് ഉത്പന്നമാവും എന്നാണ് അർത്ഥം കിട്ടുക. പൂർവത്തിൽ ഇല്ലാത്തൊരു പരിണാമം സംഭവിച്ചിരിക്കുകയാണ്, പൂർവത്തിൽ ഇല്ല. അതിനെ പറയും താത്വികമായിരിക്കുന്ന അന്യഥാഭാവം വരികയാണ്. മൃത്ത് ഘടരൂപത്തിൽ പരിണമിച്ചു. യസ് താത്വിക അന്യഥാഭാവോ പരിണാമ ഉദാഹൃത. ഇതൊക്കെ എഴുതിയെടുക്കണേ. ഏതെന്നാണോ താത്വികമായിരിക്കുന്ന അന്യഥാഭാവം അതിനെ പരിണാമം എന്ന് പറയും. അതാത്വിക അന്യഥാഭാവോ വിവർത്തസ്ത ഉദീരിത. അതാത്വികമായിരിക്കുന്ന അന്യഥാഭാവത്തെ വിവർത്തം എന്നും പറയും. അന്നപ്പോൾ ഈ മൃത്തിൽ നിന്ന് ഘടം ഉത്പന്നമാവുന്നത്, ഘടം എന്നുള്ളത് മൃത്തിന്റെ പരിണാമമാണോ മൃത്തിന്റെ വിവർത്തമാണോ എന്ന് പറഞ്ഞ എന്തർത്ഥം? മൃത്ത് പരിണമിച്ച് ഘടമായപ്പോൾ പൂർവത്തിൽ ഇല്ലാത്തൊരു ഘടം ഇപ്പോൾ ഉത്പന്നമായതാണോ, അഥവാ ആ മൃത്ത് തന്നെ ഘടാകാരത്തിൽ കാണുന്നത് കൊണ്ട് നമ്മൾ ഘടം എന്ന് വെറുതെ വ്യവഹരിക്കുകയാണോ? അതാത്വികമായിരിക്കുന്ന, താത്വികമായിട്ട് അത് മൃത്താണ്, ഘടം എന്ന് കാണുന്നത് അതാത്വികമാണ്. ठीक അപ്പൊ രണ്ട് പക്ഷമായില്ലേ? ഒന്ന് വിവർത്തപക്ഷം, മറ്റൊന്ന് പരിണാമപക്ഷം. ഇവിടെ ഇപ്പോൾ ഒരാകാശത്തിൽ നിന്ന് ഉപാധി കൊണ്ട് ഘടാകാശങ്ങൾ അനേക ഉത്പന്നമാവുന്നത് പോലെ കാണാറുണ്ട് അല്ലേ? അവിടെ വാസ്തവത്തിൽ അനേക ഘടാകാശങ്ങൾ ഉത്പന്നമായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്നാൽ നമ്മൾക്ക്
അനേക ഘടാകാശത്തിന്റെ പ്രതീതി ഉണ്ടാവുന്നില്ലേ? ഈ ഉണ്ടാവുന്നുണ്ട്. ഘടാകാശം വേറെ, ആ ഘടാകാശം വേറെ. പക്ഷെ വേറെ അതേപോലെ അനേക ഘടാകാശങ്ങൾ സംബന്ധിയായിരിക്കുന്നേ ശബ്ദപ്രയോഗം നടത്താൻ പറ്റത്തില്ലേ? അതും പറ്റും. ഈ ഘടാകാശം വേറെ, ആ ഘടാകാശം വേറെ എന്നൊക്കെ ആകാശം പറയാൻ വേറെ. പറ്റും. ജ്ഞാനമുണ്ട്, വ്യവഹാരമുണ്ട് എന്ന് കരുതിയിട്ട് ആ ആകാശത്തിൽ നിന്ന്, മഹാകാശത്തിൽ നിന്ന് ഘടാകാശം വാസ്തവത്തിൽ ഉത്പന്നമായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ അവാസ്തവമായിരിക്കുന്ന ആ ആകാശത്തിന്റെ അവാസ്തവമായിരിക്കുന്ന ഒരു അന്യഥാഭാവം മാത്രമാണ് എന്ത്? ഘടാകാശം. ആകാശം. അതുകൊണ്ട് എന്ത് പറ്റും? ഘടമിരിക്കുമ്പോൾ ഘടാകാശം എന്ന് നമ്മൾ വ്യവഹരിച്ചാൽ പോലും ആ ഘടാകാശം വാസ്തവത്തിൽ ഏതാ? ആകാശം. ആകാശം മാത്രമാണ്. ആയ സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന ജീവൻ അന്ധക്കരണം എന്നുള്ള ഉപാധിയിലൂടെ ജീവഭാവത്തിൽ നമ്മൾ വ്യവഹരിക്കുമ്പോൾ പോലും നിരൂപാധികനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഈ ജീവൻ എന്നിരിക്കെ ഇവൻ പൂർണ്ണം തന്നെയാണ്. അതിപ്പോ എത്ര പൂർണ്ണത്വം വന്നു? എത്ര പൂർണ്ണ വസ്തു വന്നു? ഒന്നേ പൂർണ്ണേ ഉള്ളൂ. അപ്പോൾ ജീവൻ, ബ്രഹ്മം, ഇപ്പൊ രണ്ട് വസ്തുക്കളെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇല്ല, കിട്ടൂല. എന്ത് പറ്റി? വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. ഒരേ വസ്തുവിലാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ രണ്ട് വസ്തുവിന്റെ വ്യവഹാരം നടക്കുന്നത് കൊണ്ട് അവർ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ ഇരിക്കുന്ന ജീവൻ പാരമാർത്ഥികം ബ്രഹ്മവസ്തുവാണ്. ഇതാണ് സമർത്ഥിക്കേണ്ടത്. അപ്പോൾ പൂർണ്ണാത് ബ്രഹ്മണഃ, പൂർണ്ണം ജീവസ്വരൂപം, ഉദച്യതേ ഉദ്രിച്യതേ ഉത്പദ്യതേ, പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ജീവൻ ഉത്പന്നമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് അതാത്വികമായിരിക്കുന്ന അന്യഥഭാവത്തിൽ ആ പൂർണ്ണ ബ്രഹ്മം തന്നെ ഉപാധിയാൽ അതാത്വിക അന്യഥഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് മാത്രം. എപ്രകാരം മൃത്ത് ഘടാകാരത്തെ പ്രാപിച്ചപ്പോൾ ആ മൃത്തിനെ കാണുമ്പോൾ പോലും നാമരൂപങ്ങൾ മിഥ്യയായതിനാൽ മൃത്ത് മാത്രമേ അവിടെ ഉള്ളൂ. ഘടം എന്നുള്ള നാമവും ഘടം എന്നുള്ള രൂപത്തെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ആ ഘടം എന്നുള്ളത് മൃത്ത് മാത്രമാണ്. ഇതേപോലെ ഉപാധി കൊണ്ട് ജീവൻ അന്ധക്കരണ പരിച്ഛിന്നമായിക്കൊണ്ട്, ശരീര പരിച്ഛിന്നമായിക്കൊണ്ട്, ഉപാധികൾ അനേകം വരാമേ. അന്ധക്കരണം, അതായത് ഈ ശരീരം എടുക്കുന്നതിന് മുന്നേ ഉപാധി അന്ധക്കരണം, അല്ലെങ്കിൽ ലിംഗശരീരം എന്ന് പറയാം. ലിംഗശരീരത്തില് എത്ര ഘടകങ്ങൾ ഉണ്ടാവും? 17 എണ്ണം. അതൊക്കെ നിങ്ങൾ തത്വബോധം, ആത്മബോധം എന്നുള്ള സ്ഥലത്ത് നോക്കി മനസ്സിലാക്കുക. അതായത് ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, പഞ്ചപ്രാണൻ 15, ബുദ്ധിമനഃ 17. ഇതില് ചേതനന്റെ പ്രതിബിംബം നേരിട്ട് കഴിഞ്ഞാൽ, പ്രതിബിംബം നേരിടുന്നുണ്ടെങ്കിൽ ഒരു ബിംബവും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രതിബിംബവും ബിംബവും ഈ 17 കലകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ജീവനായി. അതല്ലാതെ ഈ 17 കലകളും പ്രതിബിംബവും മാത്രമായിട്ട് ജീവനെ പറയത്തില്ല. ചൈതന്യം യദധിഷ്ഠാനം ലിംഗദേഹസ്ഥ യത് പുനഃ ചിച്ചായ ലിംഗദേഹസ്ഥ തസംകോ ജീവ ഉച്യതേ എന്ന് നിങ്ങൾക്ക് പഞ്ചദശിയിൽ കാണാം. ഇതിന്റെ സമുദായമാണ് ജീവൻ. ഇത്രയും കാര്യങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഒരു ജീവൻ എന്ന് നമ്മൾക്ക് വ്യവഹാരം നടത്താം എന്ന് മാത്രം. വാസ്തവത്തിൽ ഈ ഉപാധികൾ അവിദ്യ ഉരിക്കുന്നത് കൊണ്ട് വന്നതിനാൽ ഇതിന് സ്വരൂപത്തിൽ സത്തയില്ല എന്നുള്ളത് കൊണ്ട് ഒന്ന്. രണ്ടാമത്തത്, ഈ ഉപാധികളെ നമ്മൾ മാറ്റിവെച്ച് കാണുകയാണെങ്കിൽ അവൻ കേവലം ബ്രഹ്മസ്വരൂപം തന്നെയാണ്. ആര്? ഈ ജീവൻ. അന്നപ്പോൾ ഇനി നിങ്ങൾക്ക് പൂർണ്ണം അധഃ പൂർണ്ണം ഇത എന്നുള്ളത് ഇതമെന്ന് എന്തിനു പറഞ്ഞതാ? അവിദ്യാകാലത്ത് ശിഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുരു വൈദിക മന്ത്രത്തെ ഉപദേശിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ, അതായത് ജീവൻ പരിപൂർണ ബ്രഹ്മസ്വരൂപമാണെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ പരിപൂർണ ബ്രഹ്മസ്വരൂപമാണെന്ന്? അതിനൊക്കെ ഒരു ചെയ്യാൻ പരിപാടിയുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ മറ്റ് എല്ലാ ശാസ്ത്രങ്ങളും ഖണ്ഡിക്കപ്പെടുന്നത്. ഒരു മന്ത്രം ചൊല്ലിയത് കൊണ്ടോ തന്ത്രം നടത്തിയത് കൊണ്ടോ യോഗസൂത്രം പഠിച്ചിട്ട് തലകുത്തി നിന്നാലും ഒറ്റ വിരൽ നിന്നാലും പ്രാണനെ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് എടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ബ്രഹ്മാകാര വൃത്തിക്ക് ശബ്ദം എന്നുള്ള പ്രമാണം ആവശ്യമാണ്. ശബ്ദം എന്നുള്ളത് വെറുതെയെങ്കിലും ചെവിട്ടില്, അതായത് സന്യസിക്കുന്ന സമയത്ത് 4 മന്ത്രം തരും. ആ മന്ത്രം ചെവിട്ടിൽ ഊതി തന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ സംഭവിക്കുകയോ? അതിന്റെ അനുസന്ധാനം ചെയ്യാൻ പറ്റണം. അത് എപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ മാത്രം. അതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാകത്തുള്ളൂ? അത് എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെ ആചാര്യന്മാർ പറഞ്ഞു തന്നത് മനസ്സിലാക്കി നമ്മൾക്ക് പോകണം.
അപ്പോൾ ഈ വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്യ ശാസ്ത്രങ്ങളും കൂടെ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഗ്രന്ഥം മുന്നോട്ട് പോയിട്ട് ഇപ്പം ബ്രഹ്മസൂത്രത്തിന്റെ 2-ാം അധ്യായത്തിൽ കയറി കഴിഞ്ഞാല് മറ്റെല്ലാ മതങ്ങളെയും ഖണ്ഡിക്കും. ഓക്കെ. മുഖ്യമായിട്ടും ബൗദ്ധമതത്തെയൊക്കെ മുച്ചോട് ഖണ്ഡിച്ചിട്ടുണ്ട്. ഈ ശൂന്യവാദം. ഖണ്ഡനം മൊത്തം നടന്ന ശേഷം ആ അധ്യായത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിന്റെ അവസാനമോ അങ്ങേര് ക്ഷമാപണ സ്തോത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അയ്യോ ആചാര്യന്മാരെ, നിങ്ങളെ ഞാൻ അറിയാതെ മതഖണ്ഡനം നടത്തിയതാണ്, ക്ഷമിക്കണമേ, അങ്ങനെയൊന്നും കാണത്തില്ല കുട്ടികളെ. ഓക്കെ. അത് കണ്ടിച്ചു തന്നെ. അതുകൊണ്ടാണ് വേദാന്തം ഓരോരോ കാലത്തെയും ഓരോ ശാസ്ത്രശാഖയും കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താണ് ന്യായാമൃതമൊക്കെ എഴുതിയ സമയത്ത് വേദാന്തം വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. അതിനെയും ഖണ്ഡനം നടത്തിക്കൊണ്ടാണ് അദ്വൈത സിദ്ധി കയറി വരുന്നത്. ഓക്കെ. അപ്പൊ മതഖണ്ഡനം പരസ്പരം അവര് നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ വസ്തുബോധം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം. അപ്പൊ ശബ്ദത്തിൽ നിന്ന് വസ്തുബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആവൃത്തി അസകൃതോപദേശാദ് എന്ന് പറയും. അതായത് തത്വമസി എന്ന് ശ്വേതകേതുവിനോട് 9 വട്ടമാണ് ഉപദേശിക്കുന്നത്. ഓക്കെ. എന്ന് കരുതിയിട്ട് 8 വട്ടം ഉപദേശിച്ചാൽ മതിയോ എന്ന് വെച്ചാൽ മതിയായിട്ടില്ലായിരുന്നു. കാരണം ആ 9 എണ്ണവും കൂട്ടിച്ചേർത്തിട്ടാണ് അധിഷ്ഠാന ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന രീതിയുള്ളത്. അപ്പൊ ഒരു ഗ്രന്ഥം മാത്രമല്ലല്ലോ, പല ഗ്രന്ഥങ്ങളിലൂടെ പല രീതികളാണ് ആവിഷ്കരിച്ചത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്. അന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ശാസ്ത്ര അഭ്യാസത്തിലൂടെ പൂർണ്ണത്തിന്റെ പൂർണ്ണത്വത്തെ എടുത്തിട്ട് പൂർണ്ണസ്യ പൂർണ്ണം ആദായ ഗ്രഹിച്ചിട്ട് പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പൂർണ്ണസ്വരൂപത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പൂർണ്ണനായിരിക്കുന്ന ബ്രഹ്മവസ്തു മാത്രം അവശേഷിക്കും. എന്ന് പറയാൻ അർത്ഥം, ഇവിടെ ജീവനായിരിക്കുന്ന ഞാൻ നിലനിൽക്കത്തില്ല, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഞാൻ നിലനിൽക്കും. അതിന് കാരണം എന്താ? എന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടു. അജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ബ്രഹ്മസ്വരൂപത്തെ എത്തുവോ? അതെ, അജ്ഞാനം ഇരിക്കുമ്പോൾ പോലും ബ്രഹ്മസ്വരൂപമാണ്. ഏതുപോലെ? കയറില് നമ്മൾ ഒരു സർപ്പത്തെ കാണുമ്പോൾ ആ സർപ്പം കയറിലുണ്ടോ? ഇല്ല. സർപ്പഭ്രമം നഷ്ടപ്പെട്ടാൽ കയറില് സർപ്പം ഇരിക്കോ? ഇല്ല. കയറിൽ സർപ്പത്തെ കാണുന്ന സമയത്ത് കയറിൽ സർപ്പം ഇരിക്കോ? ഇല്ല. ആ സർപ്പത്തെ കാണുന്നതിന് മുന്നേ കയറിൽ സർപ്പം ഉണ്ടായിരുന്നോ? അപ്പോഴും ഇല്ല. ഓക്കെ. അന്നപ്പോൾ എന്താണ് അർത്ഥം? കൽപ്പിക്കപ്പെട്ട വസ്തു ആ കൽപ്പനയുടെ മുമ്പോ പിമ്പോ ആ കൽപ്പനയുള്ള കാലത്തോ നിലനിൽക്കുന്നില്ല. അധിഷ്ഠാനത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് അധ്യസ്ഥ വസ്തു അവിടെ ഭാസിക്കുന്നു എന്ന് മാത്രം. അധിഷ്ഠാനമായിരിക്കുന്ന കയറിന്റെ അറിവില്ലായ്മ കൊണ്ട് അധ്യസ്ഥമായിരിക്കുന്ന സർപ്പം ഭാസിക്കുന്നു എന്ന് മാത്രം. ആ സർപ്പഭാനത്തെ നഷ്ടപ്പെടുത്താൻ കേവലം അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം ഉണ്ടായാൽ മതി. പക്ഷേ ഈ ഋജുസർപ്പജ്ഞാന സ്ഥലത്തും ബ്രഹ്മജ്ഞാന സ്ഥലത്തുള്ള വ്യത്യാസം, കയറിലെ സർപ്പജ്ഞാനം എന്നുള്ള ഭ്രമത്തിന്റെ നാശകനാണ് കയറിനെ കയറായി അറിയുക എന്നുള്ള അറിവ്. ഈ അറിവോടുകൂടി കയറിനെ വിഷയീകരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെട്ടാലും ആ കയറിന്റെ അറിവുള്ളവൻ ഒരിക്കലും കയറായി മാറത്തില്ല. ഓക്കെ. 2 കാര്യങ്ങൾ സംഭവിക്കും. അജ്ഞാനം നഷ്ടപ്പെടും, ജ്ഞാനം ഉണ്ടാവും. പക്ഷെ ബ്രഹ്മാകാര വൃത്തി സ്ഥലത്ത് 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന് ബ്രഹ്മാകാര വൃത്തി, രണ്ടാമത്തത് ബ്രഹ്മത്തെ വിഷയീകരിക്കുന്ന അജ്ഞാനത്തിന്റെ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ വിഷയമാണ് ബ്രഹ്മ. അതുകൊണ്ട് ബ്രഹ്മ വിഷയക അജ്ഞാനം എന്ന് പറയണം, സ്പഷ്ടീകരിക്കാൻ. ബ്രഹ്മ ആശ്രയക ബ്രഹ്മ വിഷയക അജ്ഞാനം. ഈ അജ്ഞാനത്തിന്റെ നാശം. മൂന്നാമതെന്താ? അറിയുന്നവൻ ആ ബ്രഹ്മസ്വരൂപമായി മാറും. അതെന്തുകൊണ്ടാ? അറിയുന്നവന്റെ സ്വരൂപത്തിന്റെ അജ്ഞാനമായിരുന്നു ഉണ്ടായിരുന്നത്. അറിയുന്നവൻ തന്നെ തന്നെ തിരിച്ചറിയുകയാണ് ഞാനാണ് ബ്രഹ്മമെന്ന്. അന്നപ്പോൾ തന്റെ അറിവില്ലായ്മ നഷ്ടപ്പെടുന്നതോടുകൂടി താൻ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് താനായിരിക്കുന്ന ബ്രഹ്മപ്രാപ്തി അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മറ്റു സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. ദശമസ്തമസി എന്നുള്ള ദൃഷ്ടാന്ത സ്ഥലത്ത് തന്നെ സംഭവിക്കുക. അതായത് അതൊരു കഥയാണ്. ഒരു 4 പേര് സന്ധ്യാസമയത്ത് നദി മുറിച്ചു കിടക്കുകയാണ്, നീന്തിക്കയറുകയാണ്. അതിനിടയിൽ കുറച്ച് നന്നായിട്ട് പ്രവാഹം കൂടി എങ്ങനെയൊക്കെയോ ഇവര് മറുകര പിടിച്ചു. അപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പം പരസ്പരം ആൾക്കാർ എണ്ണി നോക്കുക, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു. ശരിക്കേ നമ്മളൊരു 10 പേരെ വെച്ചോ, കാരണം കഥയിൽ 10 പേരുണ്ട്. അപ്പം 10 പേര് അപ്പുറം എത്തിയപ്പോൾ ഒരുത്തൻ മറ്റുള്ളവരെ എണ്ണാൻ തുടങ്ങി. എണ്ണി എങ്ങനെ എണ്ണിയാലും 9 കിട്ടുന്നുള്ളൂ. ഓക്കെ. ആരെണ്ണിയാലും 9 ഉള്ളൂ.
അപ്പോൾ ഒരു വഴിപോക്കൻ വന്ന് പറയാണ്, ഇടൂ നീയല്ലേ പത്താമൻ, ദശമസ്ത്വമസി, നീയാണ് പത്താമൻ. ആ സമയത്ത് അവൻ എന്ത് മനസ്സിലാവും? അഹമസ്മി ദശമഹ, ഞാനാവുന്നു പത്താമൻ എന്ന്. അന്നപ്പോൾ ആ പത്താമൻ ഞാനാകുന്നു എന്നുള്ള ബോധം ഉണ്ടാകുന്നതോടുകൂടി അവൻ പത്താമനായി മാറുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ പത്താമന്റെ അജ്ഞാനം നഷ്ടപ്പെടുന്നുണ്ട്, പത്താമന്റെ ജ്ഞാനം വന്നു കയറുന്നുണ്ട്, അവൻ പത്താമനായി മാറുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാന സ്ഥലത്തിന് സമാന ദൃഷ്ടാന്തം ഇല്ല എന്നല്ല. ഇങ്ങനെ ഇവിടെയും വാക്യത്തിൽ നിന്ന് പരിപൂർണനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് ഞാൻ. എന്തുകൊണ്ടാ ഇനി വേണ്ടത്? ഈ വാക്യങ്ങളെ നമ്മൾക്ക് രണ്ട് വിധമാക്കി മാറ്റാം. ഒന്ന് വിധായക വാക്യം, രണ്ടാമത്തത് അധിഷ്ഠാന ബ്രഹ്മത്തെ മറ്റു വസ്തുക്കളെ നിഷേധിച്ചും കൊണ്ട് നടത്തുന്ന വാക്യം. ഇപ്പൊ നിഷേധപരക വാക്യങ്ങളും വിധിപര വാക്യങ്ങളുമായിട്ട് വാക്യങ്ങളെ തന്നെ നമ്മൾ രണ്ടാക്കും. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളത് വിധിപര വാക്യമാണ്. എന്ന് പറഞ്ഞാൽ വസ്തുവിനെ ബോധിപ്പിക്കുക മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനെയും നിഷേധിക്കുന്നില്ല. എന്നാൽ ചില സ്ഥലത്ത് നേഹ നാനാസ്തി കിഞ്ചന, അസ്ഥൂലം മനുനോരസ്മധീർക്കം ഇത്യാദി മന്ത്രങ്ങളിലോ, അഥവാ ന അന്തപ്രജ്ഞന്ന ബഹിഷ്പ്രജ്ഞന്ന പ്രജ്ഞാനകനെന്ന അപ്രജ്ഞം, പിന്നെയോ ശിവം, അദ്വൈതം. അപ്പൊ രണ്ട് ഘട്ടം വന്നു. ഒന്ന് സകല ജഗത്തിനെ നിഷേധിച്ചു, രണ്ടാമത്തത് അധിഷ്ഠാനത്തെ ബോധിപ്പിച്ചു. ഇതിനാല് ഈ വാക്യമാണ് മുഖ്യം. വിധിപരവാക്യങ്ങളെക്കാൾ നിഷേധപരവാക്യങ്ങൾ മുഖ്യമാവും. ഇപ്രകാരം ഇരിക്കുന്ന എത്രയോ വാക്യങ്ങളുടെ അനുസന്ധാനം ചെയ്തെങ്കിൽ മാത്രമേ ജഗത്തിനെ നിഷേധം ചെയ്തുകൊണ്ട് അധിഷ്ഠാന ബ്രഹ്മബോധം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പറയും അദ്വൈത സിദ്ധേഹെ എന്ന് പറഞ്ഞ സിദ്ധി എന്ന് പറഞ്ഞ ജ്ഞാനം എന്നാണ് അർത്ഥം. അദ്വൈത ജ്ഞാനത്തിന് എന്താവശ്യമുണ്ട്? ജഗത്തിന്റെ മിഥ്യാത്വ ദർശനം ആവശ്യമുണ്ട്. അദ്വൈത സിദ്ധേഹെ ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വാദ് എന്ന് പറയും. ഇപ്രകാരം പൂർണ്ണവസ്തുവിനെ ഗ്രഹിച്ചാൽ, പൂർണ്ണത്തിന്റെ പൂർണ്ണത്വത്തെ ഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞാൽ ഉപാധി അംശങ്ങളെ ഒഴിവാക്കിയിട്ട് അധിഷ്ഠാനത്തെ മാത്രം മനസ്സിലാക്കിയാൽ പൂർണ്ണം ഏവ അവശിഷ്യതേ, പൂർണ്ണമായിരിക്കുന്ന ഒറ്റ വസ്തു മാത്രം അവശിഷ്ടമാവും. ഈ പൂർണ്ണ വസ്തു മാത്രം അവശേഷിച്ചാൽ ജ്ഞാനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഞാൻ പരിപൂർണ ബ്രഹ്മസ്വരൂപമായി എന്ന്? പറ. മനസ്സിലാക്കാം. എപ്പോ? ജ്ഞാനത്തോടുകൂടി. ജ്ഞാനത്തോടുകൂടി മനസ്സിലാക്കാം. ചോദ്യത്തിന്റെ മർമ്മം അറിഞ്ഞ് ഉത്തരം നൽകുക എന്നുള്ളതാണ്. എപ്പോൾ എന്നാണ് ചോദ്യം. അജ്ഞാനനാശം സംഭവിക്കുന്നു. അജ്ഞാനനാശം സംഭവിച്ചു കഴിഞ്ഞു. എപ്പോഴാണോ ജ്ഞാനം സംജാതമാകുന്നത് ആ നിമിഷം മുതൽ. അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇത്രയും പിറകിലെ കഥ ഇത്രയും പറഞ്ഞു വന്നിട്ടാ ചോദിക്കുന്നത്. താനാണ് തന്റെ സ്വരൂപമാണെന്ന് തിരിച്ചറിയുമ്പോൾ. അല്ല മോനെ, അതല്ല പ്രശ്നം. കഥ കേട്ട് സാക്ഷാത്കാരം കിട്ടുമ്പോൾ സാക്ഷാത്കാരം കിട്ടുക എന്നുള്ളത് ഒക്കെ ഇവരൊക്കെ പറഞ്ഞ സമാനമാണ്. പക്ഷെ എനിക്ക് അതല്ലായിരുന്നു ഉത്തരം വേണ്ടത്. ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് ഉത്തരം കിട്ടണം. അതായത് വിദേഹ കൈവല്യം, ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞ ജ്ഞാനിക്ക് രണ്ടവസ്ഥയുണ്ട്. ഓക്കെ, ജീവൻ മുക്താവസ്ഥയില് ജീവിച്ചിരിക്കെ മുക്തനാവുമ്പോഴാണ് ജീവൻ മുക്ത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജ്ഞാനി ശരീരത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ജ്ഞാനെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ബ്രഹ്മസ്വരൂപ ജ്ഞാനം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല. ജ്ഞാനി ആരാ? ബ്രഹ്മസ്വരൂപം ഉള്ളത് കൊണ്ടാണോ ജ്ഞാനിയായത്? അഥവാ ബ്രഹ്മസ്വരൂപത്തിന്റെ അറിവ്, അന്ധക്കരണ വൃത്തി ഉള്ളത് കൊണ്ടാണോ ജ്ഞാനിയായത്? ബ്രഹ്മസ്വരൂപത്തിന്റെ അന്ധക്കരണ വൃത്തി ഉള്ളതുകൊണ്ട്. അതായത് ബ്രഹ്മ എല്ലാവരുടെ സ്വരൂപമാണ്. അതിന് തകരാറൊന്നുമില്ല. അങ്ങനെയാണ് എല്ലാവരും ജ്ഞാനികളാണ്. ഇവിടെ ബ്രഹ്മസ്വരൂപത്തിന്റെ അന്ധക്കരണ വൃത്തി എന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനിയാവത്തുള്ളൂ. അദ്ദേഹത്തിന് മാത്രമാണ് അജ്ഞാനത്തിന്റെ നിവൃത്തി ഉണ്ടാവത്തുള്ളൂ. ഈ നിവൃത്തി ഉണ്ടാവുന്ന ജീവൻ മുക്താവസ്ഥയില് ജ്ഞാനിക്ക് ഞാൻ ജ്ഞാനിയാണെന്ന് മനസ്സിലാവും. അല്ലാതെ അയ്യോ ഞാൻ ജ്ഞാനിയാണോ, ഇതിനിപ്പോൾ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റുമോ? ജ്ഞാനിയായിട്ടുണ്ട്. ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കണം, ഗുരു ഞാൻ ജ്ഞാനിയായതല്ലേ? അപ്പൊ ഗുരു പറയും, അത് തന്നെ മോനെ, നീ ഇപ്പോൾ ജ്ഞാനിയായിരിക്കുന്നു. ഇതൊക്കെ ചില സ്ഥലത്ത് നടന്നേക്കാം. ടീക്കെ, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഗീതയിൽ 9-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമുണ്ട്, പ്രത്യക്ഷാപഗമം ധർമ്മ്യം സ്വസുഖം കർത്തും അവ്യയം എന്ന് പറയും. അതായത് അപരോക്ഷ ജ്ഞാനം, ഞാൻ പരമാത്മാവാണ്, എന്നിൽ ജഗത്തില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കുന്ന അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി സംഭവിച്ചാൽ
പിന്നെ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കാരണം എന്താ? തന്റെ അന്ധക്കരണ വൃത്തി തനിക്ക് മനസ്സിലാവാതിരിക്കുകയോ? ഓക്കെ, അതാണ് പ്രശ്നം. ഇതിന് വേറെ എവിടും സർട്ടിഫിക്കറ്റ് ഇട്ടാത്തൊരു സാധനമാണ്. ആ സമയത്താണ് ജ്ഞാനിക്ക് ഇനിയിപ്പോൾ അതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ടെക്സ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്തെ എന്താണ് സ്വയം പ്രകാശം എന്നൊക്കെയുള്ള ലക്ഷണം വ്യാഖ്യാനിക്കുന്ന ഇതിന്റെയൊക്കെ ആവശ്യം വരും. അഭേദ്യസ്ഥിതി അപരോക്ഷ വ്യവഹാര യോഗ്യത്വം. അപരോക്ഷ വ്യവഹാരം ആർക്കേ സംഭവിക്കത്തുള്ളൂ? ജ്ഞാനിക്കേ സംഭവിക്കത്തുള്ളൂ. അതും ജീവൻ മുക്താവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ജ്ഞാനിക്ക് ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണെന്നുള്ള അനുഭവം ഉണ്ടാവുന്നത്. ഇനി ഈ ജ്ഞാനി വിദേഹ കൈബല്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അങ്ങർക്ക് എന്തുണ്ടാവത്തില്ല? ഞാൻ ഈ പരമാത്മാവാണെന്നുള്ള ബോധം ഉണ്ടാവത്തില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ ജ്ഞാനിക്ക് തിരിച്ചു വരേണ്ട വരും. അത് ഉപനിഷത്തിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല, ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. അതിന് ദൃഷ്ടാന്തം കൊടുക്കുന്നത് വ്യാസന്റെ ജന്മവും മുരുകന്റെ ജന്മവുമാണ്. അതെങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ ശേഷം ഞാൻ ഈ നാടിനെ നന്നാക്കിയേക്കാം എന്ന് വിചാരിച്ചില്ലേ വരാൻ പറ്റൂല. അത് പൂർവത്തിലെ പ്രാരബ്ധാനുസാരം വരുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മൾക്ക് എപ്പോഴാണോ ജന്മം കിട്ടിയത് അതോടുകൂടി ഈ ജന്മത്തിലെ പ്രാരബ്ധം ആരംഭിച്ചു. അവസാന പ്രാണൻ വരെയാണ് അതിന്റെ സമയം. ഇതേപോലെ ചില കർമ്മങ്ങൾ അനേക ജന്മങ്ങൾ കൊടുത്തു കളയും. ആ അനേക ജന്മങ്ങളിൽ ആദ്യത്തെ ജന്മം തുടങ്ങിയതോടുകൂടി ആ പ്രാരബ്ധം ആരംഭിച്ചു. അപ്പൊ 7 ജന്മത്തിലേക്ക് ആണെങ്കിൽ 7 ജന്മവും വന്ന ശേഷേ തീരത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ജ്ഞാനിയാണെങ്കിൽ പോലും ഇനിയും ജനിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ജന്മങ്ങള് ജ്ഞാനിയായി കഴിഞ്ഞാലും തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ജഗത്തിന്റെ മുന്നോട്ടേക്കുള്ള ഗതി എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ ഇവിടെയാണ്. അല്ലാതെ ജ്ഞാനിയായി ഇനിയിപ്പോ ഏതായാലും നാട്ടുകാരെ രക്ഷിച്ചേക്കാം, നടക്കൂല പരിപാടി. അങ്ങനെ ഒരാൾ ചിന്തിക്കൂല. എന്തുകൊണ്ടാണെന്നറിയോ? കയറിലെ സർപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ചിന്തിക്കാൻ പറ്റുമോ അയ്യോ ആ സർപ്പം കടിച്ച് ഞാൻ മരിച്ചേനെ എൻ്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ? ഇല്ലല്ലോ. ഇതേപോലെ അദ്വിതീയ ബ്രഹ്മബോധമുള്ള ആൾക്ക് ഈ ജഗത്ത് പിന്നെ ഉണ്ടാവത്തില്ല. പിന്നെ ആരെ രക്ഷിക്കാൻ അങ്ങോട്ട് വരാൻ പോകുന്നത്? ചില മഹാത്മാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുത്തെ അവസാന ജീവനെ രക്ഷിക്കാൻ വരെ തിരിച്ചു വരുമെന്ന്. അപ്പൊ വേറെ മഹാത്മാ തിരിച്ചു പറഞ്ഞത് അതിനെ ഉത്തരം കൊടുത്തതേ, നീ ജ്ഞാനി ആയിരുന്നെങ്കിൽ ഇവരൊക്കെ പറയത്തില്ലായിരുന്നു. കാരണം ജ്ഞാനിക്ക് ഈ ജഗത്തില്ല. നീ അജ്ഞാനിയാണെങ്കിൽ ഇപ്പൊ നീ പ്രത്യേകിച്ച് തിരിച്ചു വന്നിട്ട് ഇപ്പൊ എന്താക്കാനാ? ഈ ജന്മത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ठीक है ഇതേപോലെ തന്നെ അടുത്ത ജന്മം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങ് ഈ ലോകത്തെ ശരിയായി കളയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല എന്നർത്ഥം. ഇത് പറയത്തില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ഈ ഒരു റേക്കിയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രംപിന്റെ മനസ്സ് വെടിയിരുന്നങ്ങ് മാറ്റിക്കളരുതാണ്. എല്ലാറ്റിന്റെയും നിയാമകൻ വേറെ ആളിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര കളിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക എന്നല്ലാതെ വേറെ ആളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. അപ്പോൾ പൂർണ്ണം ഏവ അവശിഷ്യത്തെ. ഒന്ന് ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ നമസ്കാരം, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കരുത്. അപ്പൊ ജ്ഞാനിക്ക് എന്താ ജ്ഞാനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വരുന്നില്ല. അതാണ് ഈ സോക്കോൾഡ് ഗുരുക്കന്മാര് ഞങ്ങൾ ജ്ഞാനിയാണെന്നും വിചാരിക്കരുത്. ठीक है, ഗ്രൗണ്ടിൽ ഇത് പറയേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അവര് ഞങ്ങൾ അജ്ഞാനികൾ ജ്ഞാനിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയും തിരിച്ചു പറഞ്ഞൂടെ? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചയൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരാൾ ജ്ഞാനിയാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് സിദ്ധിക്കാൻ പോയി. ഞാൻ പറഞ്ഞു എന്റെ വല്യച്ഛൻ ജ്ഞാനിയല്ലേ. എന്റെ വല്യച്ഛൻ ജ്ഞാനി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഗുരു എങ്ങനെ ജ്ഞാനിയാവും? നിങ്ങളുടെ തന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഞാൻ തരാം എന്റെ വല്യച്ഛൻ ജ്ഞാനിയാന്ന് പറഞ്ഞു. എന്താ തകരാറ്? നിങ്ങള് എന്റെ വല്യച്ഛനെ കണ്ടം നടത്തിയാൽ ഞാൻ നിന്റെ ഗുരുവിനെ കണ്ടം നടത്തും. നീ എന്റെ വല്യച്ഛനെ ജ്ഞാനിയാണ് സമ്മതിച്ചാൽ ഞാൻ നിന്റെ ഗുരുവിനെ ജ്ഞാനിയാണ് സമ്മതിച്ചരാം. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം നടക്കത്തില്ല. എത്ര തലകുത്തി നിന്നാലും ഒരു അജ്ഞാനി ജ്ഞാനിയാണെന്ന് ഡ്രാമ കളിച്ചാൽ സുഖസുന്ദരമായിട്ട് പൊളിച്ചെടുക്കും. അത്രയ്ക്ക് സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ കുറെ കാരണങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് സംസാരിച്ചു തരാം. ഈ സാധനത്തെ പിന്നെ ഒരു സമയത്ത് സംസാരിക്കുക. കുറെ സമയം എടുത്തിട്ട് പറയണത് എന്തുകൊണ്ട്. അത് അജ്ഞാനിക്കല്ലേ ശരിക്ക്? അജ്ഞാനിയല്ലേ ഇത് പറയുന്നത്? ജ്ഞാനിയാന്ന് പറയുന്നത് അജ്ഞാനിയല്ലേ? അല്ല, ജ്ഞാനിക്കും ജ്ഞാനിയാണെന്ന് പറയാം. അതായത് ജ്ഞാനിയാണെന്ന് അവൻ തന്നെ സ്വന്തം പറയോ? ഇതെന്താ സാധനം? അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റത്തില്ലത്. കാരണം നിങ്ങൾക്ക് ഇതിന്റെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പറയാൻ പാടില്ല. പിടികിട്ടിയോ? എന്തെങ്കിലുമൊക്കെ പിടികിട്ടുന്നുണ്ട്? ഇങ്ങനെയുള്ള കണ്ട ശൈലി ഇഷ്ടമാണോ? അതാണ് നല്ലത്. എങ്കിലേ മനസ്സിലാവും. ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ ഞാൻ ആളെ പറയുന്നൊന്നുമില്ല. കേരളത്തിലൊരു ചോദ്യം ഉള്ള സമയത്ത് മക്കള് ജ്ഞാനി അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജ്ഞാനിയാവും ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അടിക്കല്ലേ.
അടിക്കല്ലേ മക്കളെ. ടീക്ക് നടക്കുന്ന പരിപാടി ഒന്നല്ല. പിള്ളേരുടെ അടുത്ത് പോയി കളി, സ്വന്തം ആശ്രമത്തിലെ പിള്ളേർ പഠിച്ചാൽ മതി. ജ്ഞാനിക്ക് അതുകൊണ്ടാണ് ഗീതയിൽ പറഞ്ഞത് പ്രത്യക്ഷാവഗമം ധർമ്മ്യം എന്ന് പറഞ്ഞത്. ആ വസ്തുവിന് തനിക്ക് താൻ എന്നുള്ള രൂപത്തില് അപരോക്ഷ. ഇത് ആരുടെ രൂപ? തന്റെ സ്വരൂപം. തനിക്ക് തന്റെ സ്വരൂപത്തിന് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരോട് പോയി ചോദിക്കണോ? ഞാൻ ഇങ്ങനെ തിരിച്ചറിയും ഞാൻ ബ്രഹ്മജ്ഞാനിയായി എന്ന് പറയാം. ഒരു ഗുരു പറയാണ് ഞാൻ അല്ലെ അങ്ങനെ മാനിക്കുകയാണ് സ്വയം ജ്ഞാനി. അത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ജ്ഞാനിയാണെന്ന്? അതല്ല വേറെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടതാണോ? ആവശ്യമില്ല. അല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ജ്ഞാനിയാണെങ്കിൽ പറയാം, ഒരു തകരാറുമില്ല. പക്ഷേ ബൃഹദാരണ്യകത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഗാർഗിയോയി യാജ്ഞവൽക്യനോട്. അതിന് കുറെ പ്രശ്നം പരിവട്ടമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബ്രാഹ്മണാഹ ഏവം അഭിവദന്തി എന്ന് പറഞ്ഞിട്ട്. ശരിക്കേ, അതിന് പറഞ്ഞാൽ അവാച്യമായിരിക്കുന്ന വസ്തു പറയപ്പെട്ടു എന്നുള്ള ദോഷം, പറഞ്ഞില്ലെങ്കിൽ അജ്ഞത എന്നുള്ള ദോഷം. ഇതിന് രണ്ടിനെയും പരിഹരിക്കാനാണ് അവിടെ ഉത്തരം പറയുന്നത്, അല്ലാതെ അറിവില്ല എന്നല്ല. അപ്പോൾ ഉത്തരം പറയുന്നതിലൂടെ അങ്ങേർക്ക് അറിയാമെന്നുള്ളത് കാര്യം മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഈ വസ്തു അറിഞ്ഞാൽ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആശ്രമത്തിൽ പോയ സമയത്ത് ആ കക്ഷിയോട് എവിടെയാന്ന് വെച്ചപ്പോൾ ഞങ്ങളെ സിസ്റ്റർ ഒന്നും പറയാൻ പാടില്ല. എന്റെ മോനെ, ഈ ഉപനിഷത്തിനേക്കാൾ സീക്രട്ട് ആയിരിക്കുന്ന ഒരു വിദ്യ പോലും ഇല്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇത് പറയാമെങ്കിൽ നിനക്ക് നിന്റെ ഒരു ഐഡന്റിറ്റി പോലും പിന്നെ ഇത് ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എവിടുന്നാന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ പിള്ളേര് വെറുതെയെങ്കിലും വിശദീകരിക്കാൻ തുടങ്ങും എന്റെ കാര്യത്തിന്. ഇവിടെ ഇപ്പോൾ ഈ അധ്യയന ഈ ഒരു കാര്യത്തില് വയസ്സൊന്നല്ലല്ലോ വിഷയം, എന്ത് ബോധമുണ്ടെന്നുള്ളതല്ലേ. ഓക്കെ, ചിലരങ്ങനെയാണ് ഞാൻ ഇന്ന് ഇത്രയും വയസ്സുണ്ട് എന്നിട്ടാണോ, ഇത്രയും വയസ്സുണ്ടായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാം. നമുക്കിപ്പോ ഇത്രയും വയസ്സുണ്ടായിട്ട് സംഭവിച്ചു. നമ്മളെക്കാൾ ഇളയവൻ ജ്ഞാനിയായിട്ട് നമ്മളെ ഉപദേശിക്കുകയാണെങ്കിൽ കേട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. വേണ്ടെങ്കിൽ തള്ളി പറയാം. അന്നപ്പോൾ ജ്ഞാനിക്ക് വിദേഹ കൈവല്യ സ്ഥലത്ത് ഇനി ഉറുമ്പും ഈച്ചയും പിടിക്കാൻ പറ്റുമൊന്നുമില്ല. ഓക്കെ, ചെയ്യും ആദ്യം ഭൂമി ഒരുക്കുക എന്നുള്ളത് മാത്രം. എന്നാലും നിങ്ങൾ ഒരു ഇതും കൂടി കാണും, എന്ത് ശ്ലോകം, അതിന്റെ ടീക്ക കണ്ടോ? ടീക്കലേന് കണ്ടോ? ആനന്ദഗിരി ടീക്ക എന്ന് കണ്ടോ? ഈ ഗ്രന്ഥത്തിന് ടീക്കയുണ്ട്, ടിപ്പണിയുണ്ട്, ഭാഷ്യമുണ്ട്. അപ്പൊ മന്ത്രം ഉപനിഷത്ത് മന്ത്രം, അതിന്റെ വ്യാഖ്യാനം ശാങ്കര ഭാഷ്യം. ശാങ്കരം എന്നാണ് പറയാ, ശങ്കരസ്യ ഇതം ശാങ്കരം ഭാഷ്യം. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ആ ശാങ്കര ഭാഷ്യത്തിനും വ്യാഖ്യാനമായിട്ടാണ് ആനന്ദഗിരി ടീക്ക വരുന്നത്. ടീക്കേ, ജ്ഞാനാനന്ദഗിരി എന്നാണ് ഇങ്ങേരുടെ മൊത്തം പേര്. ആനന്ദഗിരി എന്നുള്ള പേരിൽ അറിയപ്പെടുക. ഇദ്ദേഹത്തിന് ഭാഷ്യകാരന്റെ മൊത്തം ഭാഷ്യങ്ങൾക്കും ടീക്ക എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. പക്ഷേ പല സ്ഥലത്തും ടീക്കാകാരൻ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഹയർ ടെക്സ്റ്റിൽ കേൾക്കുക ആരെയാ? വാചസ്പതിയാണ്. അങ്ങേര് 5 ദർശനങ്ങൾക്ക് ടീക്ക എഴുതിയിട്ടുണ്ട്. ടീക്കേ, അതുകൊണ്ട് ടീക്കാകാരൻ എന്ന് പറയും. കാരണം വൈശേഷിക നൈയായികന്മാരിൽ മതഭേദം അധികം ഇല്ലാത്തത് കൊണ്ട് വൈശേഷികത്തിന് അങ്ങേര് എഴുതിയിട്ടില്ല. നൈയായികന്മാരുടെ സൂത്രഭാഷ്യത്തിനാണ് അങ്ങേര് എഴുതുന്നത്. ടീക്കേ, അപ്പൊ അങ്ങനെയായിരിക്കും പലപ്പോഴും ടീക്കാകാര മതാനുസാരേണ എന്ന് പറയുന്ന സമയത്ത് എടുക്കേണ്ടത്. ഇവിടെ ഒരു മംഗള ശ്ലോകം നമ്മൾ കഴിഞ്ഞു, പൂർണ്ണമതഃ. അത് ഭാഷ്യത്തിന് വെച്ചിരിക്കുന്ന മംഗള ശ്ലോകമാണ്. സത്യത്തിൽ ഭാഷ്യകാരൻ എഴുതിയല്ല, ഇത് ഗ്രന്ഥത്തിന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈശാവാസ്യ ഉപനിഷത്തിന്റെ മംഗള ശ്ലോകമാണത്. ഇനി ടീക്കയിലെ മംഗള ശ്ലോകം ഒന്ന് കണ്ടോ ആദ്യം? യേനാത്മനാ പരേണേശ വ്യാപ്തം വിശ്വമശേഷതഃ സോഹം ദേഹദ്വയീ സാക്ഷി വർജിതോ ദേഹ തദ്ഗുണൈഹി. സാക്ഷി എന്നുള്ള വസ്തുവിനെ നമ്മൾ പലപ്പോഴും സംസാരിച്ചു പോകുമ്പോൾ സാക്ഷി കുറച്ച് ഇത് 1 to 8 വരെ നമ്മൾക്ക് ബ്രഹ്മകാണ്ഡമുള്ളൂ. പിന്നെ കർമ്മ സമുച്ചിത ഉപാസന, ഉപാസന സമുച്ചിത ഉപാസനയാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ചുരുങ്ങിയ 8 മന്ത്രത്തിനുള്ളിൽ വരുമ്പോൾ സാക്ഷി ആരാന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. സാക്ഷി താനായിട്ട് പോലും തനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന വസ്തുവാണ് ഈ സാക്ഷി. സാക്ഷിയെ നിങ്ങൾക്ക് ഒരിക്കലും ഞാനെന്ന് പറയുമ്പോൾ പോലും അതും പ്രകാശിപ്പിച്ചിരിക്കുന്നതാണ് സാക്ഷി. സാക്ഷി ഞാനാണ്. സാക്ഷി കൊമ്പില്ല. സാക്ഷിക്ക് കൊമ്പില്ല. സാക്ഷിക്ക് കൊമ്പൊന്നുമില്ല. ഓക്കെ, പക്ഷെ സാക്ഷി എന്നുള്ളത് അവിദ്യായുക്ത ചൈതന്യമായിരിക്കും സാക്ഷി. അതുകൊണ്ട് സാക്ഷി നിത്യനല്ല. അതുകൊണ്ട് സാക്ഷിഭാവത്തിൽ ഇരിക്കാൻ പറ്റൂല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ സാക്ഷിഭാവത്തിൽ എന്താ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയല്ലേ.
ആ മിണ്ടാതിരിക്കുക എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ശ്രദ്ധ എന്നുള്ള വൃത്തി വരുന്നുണ്ട്. ആ ശ്രദ്ധ എന്നുള്ള വൃത്തിയെ പോലും നോക്കിക്കൊണ്ടാണ് സാക്ഷി ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാക്ഷിപാത്രം പറ്റത്തില്ല. കാരണം നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന നേരം നോക്കിയോ, നിങ്ങൾ ഞാൻ സാക്ഷി എന്ന് മനസ്സിൽ ട്രെയിൻ ചെയ്യുന്ന നേരം ആ മനസ്സിന്റെ വൃത്തികളെ പാത്തും കൊണ്ടാണ് നിങ്ങളുടെ സാക്ഷി ഇരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ എത്ര ചിന്തിച്ചാൽ അതിനെല്ലാം അവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മിസ്റ്റേക്ക്. അതുകൊണ്ട് മക്കളെ, സാക്ഷിഭാവത്തിലിരിക്കാൻ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. സാക്ഷി എപ്പോഴും സാക്ഷിഭാവത്തിൽ ഇരിക്കത്തുള്ളൂ. നിങ്ങളുടെ ചിത്തത്തിൽ വൃത്തി ഉണ്ടാക്കിയിട്ട് സാക്ഷി എന്ന് വെറുതെ ചിന്തിക്കുമ്പോഴും സാക്ഷിഭാവത്തിലേ ഇരിക്കത്തുള്ളൂ. ഇത് പിടികിട്ടിയോ? ഇനി ഈ ചിന്തിക്കുന്ന സാക്ഷി പോലും വാസ്തവത്തിൽ ഉള്ളവനല്ല, അവനും പിറകിൽ എന്ന് പറഞ്ഞാൽ ഇവന് ഉപാധിയുണ്ട്. ഏത്? അവിദ്യ. ഇവന്റെ അവിദ്യ എന്നുള്ള ഉപാധി നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവൻ നിത്യശുദ്ധനായിരിക്കുന്ന വസ്തുവായിട്ട് സാക്ഷിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ ഇതിനെ പിന്നോട്ട് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ അറിവ് പോലും എന്താണ്? വൃത്തിയാണ്. അതിനെപ്പോലും സാക്ഷി പ്രകാശിപ്പിക്കും. പക്ഷേ ഈ അറിവാണ് അജ്ഞാനം നഷ്ടപ്പെടുത്തുന്നത്. പമ്പടി കിട്ടിയോ സാക്ഷിയാരാൻ മോൻ? ഈ സർപ്പത്തിലെ രജ്ജു അതാണോ ഈ അവാസ്തവമായ സർപ്പത്തിൽ രജ്ജു നിൽക്കില്ല എന്നല്ല, സംസൃഷ്ട രൂപേണ രജ്ജു സർപ്പത്തിലുണ്ട്. അവാസ്തവമായ അന്യഭാവമാണോ? സർപ്പത്തിലെ രജുവിലെ സർപ്പം അവാസ്തവമാണ്. രജുവിലാണ് സർപ്പം നമ്മൾ വ്യവഹരിക്കുന്ന സമയത്ത്. പക്ഷേ താതാത്മ്യ അധ്യാസം നടന്നതുകൊണ്ട് സർപ്പത്തിലും രജു ഇരിക്കും. എങ്ങനെ? സംസൃഷ്ട രൂപേണ എന്ന് പറയും. ഇതിനെ നമ്മൾ സംസർഗ അധ്യാസം എന്ന് പറയും. ഇതിപ്പം വിശദീകരിക്കുന്നില്ല. ഇനി നിന്റെ ചോദ്യം പറ. സ്വാമിജി ആദ്യം പറഞ്ഞു വന്നത് മറ്റേ പരിണാമം വിവർത്തവും പറഞ്ഞ സമയത്ത് അപ്പൊ അതിനോട് കൂടെ ചേർത്ത് പറഞ്ഞുതരാം അല്ലെ. അതായത് കയറിന്റെ അതാത്വികമായിരിക്കുന്ന അന്യഥാഭാവം മാത്രമാണ് സർപ്പം. എന്തുകൊണ്ടാ? വാസ്തവത്തിൽ കയറേ ഉള്ളൂ, സർപ്പമില്ല. പക്ഷേ ഏതിനെയാണ് എന്തായിട്ട് കാണുന്നത്? കയറിനെയാണ് സർപ്പമായിട്ട് കാണുന്നത്. കയറിനെ സർപ്പമായിട്ട്, കയറിൽ സർപ്പത്തിന്റെ താതാത്മ്യം വരുമ്പോൾ കയറ് വേറെ സർപ്പം വേറെയല്ല. താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഏകത്വം, വണ്ണസ് ആണത്. ഒറ്റൊന്നുള്ളൂ ഇവിടെ. നമ്മൾ സർപ്പത്തെ കാണുന്നുള്ളൂ, പക്ഷെ ഇരിക്കുന്നത് കയറാണ്. അപ്പൊ കയറിനെയാണ് നമ്മൾ സർപ്പമായിട്ട് കാണുന്നത് എന്നർത്ഥം. അവിടെ ആ സർപ്പം കയറിന്റെ അതാത്വികമായിരിക്കുന്ന അന്യഥാഭാവമാണ്, അത് വിവർത്തമാണ്, വാസ്തവത്തിൽ ഇല്ലെന്നർത്ഥം. എന്നാൽ ഇല്ലാത്തത് കൊണ്ടും അതിനെ കാണാൻ പറ്റണം. ഇല്ലാത്ത വസ്തു കാണപ്പെടുമ്പോഴാണ് ഇത് മിഥ്യ എന്ന് പറയപ്പെടുന്നത്. വാസ്തവമായ അന്യതാഭാവം ഉണ്ടോ? എങ്ങനെ? വാസ്തവമായ അന്യതാഭാവം ഏതാണ്? അത് പരിണാമം എന്ന് പറയും. അതിന് സത്യത്തിൽ പരിണാമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൃഷ്ടാന്തി പറയത്തുള്ളൂ. ഞങ്ങൾക്ക് നല്ല വേദാന്തിക്ക് ആ പരിണാമം പറയുന്ന സ്ഥലത്ത് പോലും വിവർത്തമാണ് കേട്ടോ. കാരണം എല്ലാം വിവർത്തമാണെങ്കിൽ പരിണാമത്തിൽ ദൃഷ്ടാന്തം കിട്ടത്തില്ല. പക്ഷേ മാനിച്ചും കൊണ്ട് പറയാണ്, ഈ പാലിൽ നിന്ന് തൈര് എന്നുള്ളത് പരിണാമമാണെന്ന് പറയും. കാരണം തിരിച്ച് തൈരിന് പാലാവാൻ പറ്റത്തില്ല. പക്ഷേ മൃത്തിന് ഘടമായി കഴിഞ്ഞാൽ ഘടത്തിന് തിരിച്ച് മൃത്താവാൻ പറ്റും. അതുകൊണ്ട് വാസ്തവമായിരിക്കുന്ന അന്യഭാവം വരത്തില്ലെന്ന് പറയും. ഇത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണത്. നെക്സ്റ്റ് ലെവലിൽ പറഞ്ഞാല് വേറൊരു സാധനം വരും. അത് ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ഇത് മനസ്സിലാക്കും. പറഞ്ഞോ സ്വാമി. പറഞ്ഞോളൂ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ അതിനെ സാക്ഷിഭാവത്തിൽ കാണണമെന്ന് പറയല്ലോ. അപ്പൊ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയും എല്ലാത്തിനും സാക്ഷിഭാവത്തിൽ കാണുമ്പോൾ. പക്ഷെ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലും അങ്ങനെ ഒരു സാക്ഷിഭാവത്തിൽ നമുക്ക് പോവാൻ പറ്റില്ല എന്നാണോ സ്വാമി പറയുന്നത്? തീർച്ചയായും പറ്റത്തില്ല. ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചില്ലേ സംഭവം ഫ്ലോപ്പ് അല്ലേ എന്നുള്ളത്? ഇനി പണ്ടേ ഒരു പയ്യൻ ചോദ്യം വന്നു, മുഖ്യമന്ത്രി ആരാണ്? അവൻ എഴുതി വെച്ചു സ്വന്തം അച്ഛന്റെ പേര്. എന്നിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അച്ഛൻ മുഖ്യമന്ത്രി ആവണേ, അച്ഛൻ മുഖ്യമന്ത്രി ആവണേ, അച്ഛൻ മുഖ്യമന്ത്രി. അപ്പൊ അവന്റെ അച്ഛൻ കേട്ടപ്പോൾ അവനും ഭയങ്കര, എടാ നോക്ക് മോൻ ഇത്രയും എന്നോട് സ്നേഹം, നോക്കുന്നേരം ഇവൻ ചെയ്തു വെച്ചെന്താ? എഴുതി വെച്ചതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ മുഖ്യമന്ത്രി ആവുമോ? ഇല്ലല്ലോ. ഇല്ലാത്തൊരു സാധനത്തെ നിങ്ങൾ ഇപ്പൊ ഏത് ഗുരു പറഞ്ഞു തന്നാലും തലതിരിച്ചിടാൻ പറ്റുമോ? അതുകൊണ്ടാണ് ശാസ്ത്രം പ്രമാണമായിട്ട് മാനിക്കുന്നവരുടെ തല വേറെ പോകും, ഗുരുപ്രമാണം മാത്രമായിട്ട് മാനിക്കുന്നവരുടെ തല വേറെ പോകും. ഏതൊരു ഗുരുവാണോ ഗുരുവിനെ തൊട്ട് കളിച്ചാൽ അക്കളിക്കളി തീക്കളിയാവും എന്ന് പറയുന്നത്, ആ ഗുരുവിനെ ആദ്യം വഴി തള്ളണം. കാരണം ഒരു ഗുരു അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഗുരുവാണ്, നിങ്ങൾ നിന്നോ അവിടെ ജീവിച്ചു. കാരണം നിങ്ങൾക്ക് ജഗത്ത് നിത്യല്ലേ. നിങ്ങൾ എന്തിനാണ് സത്യം എന്ന് മാനിച്ചിട്ട് എൻ്റെ അടുത്ത് കയറി കളിക്കരുതെന്ന് പറയുന്നത്? അജ്ഞാനിയായിരിക്കും നമ്മൾ പറയാറില്ലല്ലോ, പിന്നെന്തിനാ ജ്ഞാനിയായിരിക്കും നിങ്ങൾ പറയുന്നത്? സ്വാമി, അങ്ങനെയാണെങ്കില് ഗുരു കൃപയാല് നമ്മളെ ഉള്ളിൽ ഈശ്വര ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം പൂന്താനത്തിന് ഉണ്ണികൃഷ്ണന് ഉള്ളിൽ വന്നതുപോലെ. പൂന്താനത്തിനൊന്നും ഞാൻ എടുക്കൂലല്ലോ. ഇവിടെ ശാസ്ത്ര ചർച്ച ചെയ്യുന്ന സമയത്ത് ശങ്കരാചാര്യ പോലും ഇല്ല, എന്നിട്ടല്ലേ പൂന്താനം?
നിങ്ങളെ കഥകാരന്മാരുടെ അടുത്ത് വെക്കാന്നല്ലാതെ ക്ലാസ്സിലേക്ക് കഥ ഇടണ്ട. ഞാൻ കഥയ്ക്ക് അനുകൂലമായിട്ട് ഒരു സാധനം പറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ ഒരു മേഖല കാണിച്ചു തരാന്നല്ലാതെ വ്യക്തി ഇന്നതാണെന്ന് പറയാൻ വേണ്ടിയല്ല ഈ ക്ലാസ് പോകുന്നത്. സാക്ഷി എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തൻ, അവനിൽ അവിദ്യ പോലും ഇരിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് പറഞ്ഞത് അറിവില്ലാത്ത ആൾക്കാർ അങ്ങനെ പല സാധനം അടിച്ചു കയറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറുമ്പിനെ പോലെ ഉറുമ്പ് പഞ്ചസാര തിന്നതുപോലെ തിന്നാന്ന് പറയുന്നത് ഞാൻ ഈ ഗുരുക്കന്മാരുടെ ഉണ്ട്. അതിനെയാണ് എടുത്തിട്ട് അദ്വൈതസിദ്ധിയിൽ പഞ്ഞിക്കിടുന്നത്. അപ്പൊ അത് അറിയുന്ന കാലത്തോളം നമ്മൾ ഈ ഗുരു പറഞ്ഞ ശരിയാണ്. ആ സാധനം ഇവരുടെ കുഞ്ഞുങ്ങളോട് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ വിരോധിയായി, നമ്മൾ ഈശ്വര നിഷേധിയായി, എന്തൊക്കെ കേൾക്കണം എന്ന് വിചാരിച്ചു? റബലായി. ശാസ്ത്രം പറഞ്ഞതിന്റെ പേരിൽ റബലാവേണ്ടി വരും, ഈശ്വര നിഷേധിയാവേണ്ടി വരും, ഗുരു നിഷേധിയാവേണ്ടി വരും, അങ്ങനെ കുറെ ടൈറ്റിൽ കിട്ടും. പക്ഷേ തസ്മാ ശാസ്ത്രം പ്രമാണന്റെ കാര്യകാര്യ വ്യവസ്ഥിതോ, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാല് വെക്കുന്നില്ല. ടീക്കേ, ഒരു ഗുരുവും, അതായത് ഒരു ശ്ലോകമുണ്ട്, എന്താണ്, നേഷാം മതി തത്ര പ്രമാണം എന്ന് പറയും. ശ്രുതയോ വിഭിന്ന സ്മൃതയോ വിഭിന്ന. ശ്രുതിയും ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായം പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. പല രീതിയിൽ പറഞ്ഞോട് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നൈകോപി ഋഷി തത്ര വച പ്രമാണം, ഒരു ഋഷിയുടെയും വചസ് ഇവിടെ പ്രമാണമല്ല. ഏന മഹാജനോ മഹാജനങ്ങൾ പോയത് ഏതാണ് അതാണ് മാർഗം എന്ന് പറയും. പക്ഷെ ഇതിനെ എടുത്ത് കളിക്കുന്നതാരാ? സോക്കോൾഡ് ഗുരുക്കന്മാർ അതെടുത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്നത്. കാരണം ഞങ്ങള് വഴി വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുന്നുള്ളത്. എടാ, നിങ്ങൾക്ക് സാക്ഷിയെ പോലും അറിയത്തില്ല ഏതാന്നുള്ളത്. സാക്ഷി എന്റെ ക്ലാസ്, അതായത് ഞങ്ങൾ അദ്വൈതസിദ്ധി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പോലും ഇപ്പം എന്താണ് സ്റ്റേജ് കയറി നേരം വിളിച്ചു ചോദിക്കൂ ഇതെങ്ങനെ അന്വേഷിക്കേണ്ടത്. സാക്ഷിയെ നിങ്ങൾക്കൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് അതിൽ തന്നെ ട്രെയിൻ ചെയ്തിട്ട് മനസ്സിലായാൽ നല്ല കാര്യം എന്നല്ലാതെ മനസ്സിലായില്ലെങ്കിൽ ഒരു ദോഷമില്ല. കാരണം പിടികിട്ടുന്ന പ്രശ്നമേ ഇല്ല സാക്ഷി. അതും അങ്ങനെയുള്ള എന്താണ് അദ്വൈതസിദ്ധി, സിദ്ധാന്ത ബിന്ദു, ചിസ്സുകി ഇങ്ങനെ ഇരിക്കുന്ന ഹയർ ടെക്സ്റ്റ് പഠിപ്പിക്കാൻ പറ്റുന്ന ആളെടുത്ത് പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നല്ലാതെ വേറൊരു വഴിക്ക് നിങ്ങൾക്ക് സാക്ഷിയെ കിട്ടത്തില്ല. പിന്നെയാണോ എഴുത്തും വായന അറിയാത്ത ആൾക്കാർ സാക്ഷിയെ കുറിച്ച് പറയുന്നത്? നടക്കൂല. ഓക്കെ, സംഭവം സ്വരൂപമാണ്. അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ സാക്ഷി എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്നല്ല നിങ്ങൾ ഇതിനെപ്പറ്റി ഈ ക്ലാസ്സിലൂടെ കേട്ട് പോടും. സാക്ഷിയുടെ പ്രകാശം ജാഗ്രത അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവനും ഞാനായിരിക്കുന്ന പ്രമാതാവും കൂടെ ഇരിക്കുന്നുണ്ട്. പ്രമാതാവും സാക്ഷിയും തമ്മിൽ താതാത്മ്യ അധ്യാസം നിലനിൽക്കുന്നതുകൊണ്ട് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. എന്നിട്ടല്ലേ സാക്ഷിയാരെന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ ചിലര് ഉദാഹരണം പറയും, കള്ളൻ തന്നെ പോലീസ് ആയതുപോലെ. അത് തന്നെയാണ് എനിക്കും തിരിച്ചു പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്തും കള്ളനും പോലീസും തന്നെയാണ് ഉദാഹരണം. കാരണം നിങ്ങൾ എന്താ പറഞ്ഞത്, ഞാനിങ്ങനെ ദുഃഖം വരുന്നേരം ഞാനിങ്ങനെ നിൽക്കുക, ഞാനായ സാക്ഷിയല്ലേ ഈശ്വര അതൊക്കെ കണ്ടു നിൽക്കുന്നത്. അപ്പോൾ പോലും ആ വൃത്തിയെ പ്രകാശിപ്പിക്കുന്നതാണ് സാക്ഷി. മനസ്സിലായോ? നിങ്ങളെ മനസ്സിന് ഒരു ഫോക്കസിൽ വെച്ചിരിക്കുകയാണത്. ഞാൻ സാക്ഷിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെയും പ്രകാശിപ്പിക്കുന്നതാണ് യഥാർത്ഥ സാക്ഷി. ഏത് വൃത്തി, അതായത് ഒരു ഘടത്തെ കാണുന്ന കണ്ണിലൂടെ അന്ധക്കരണത്തിൽ ജനിച്ചിരിക്കുന്ന ഘടാകാര വൃത്തി. അപ്പൊ അന്ധക്കരണത്തിലെ വൃത്തി, കണ്ണ്, ഘടം. ഇപ്പോൾ അന്ധക്കരണത്തില് ഘടത്തിന് വിശദീകരിക്കുന്ന ഒരു വൃത്തി സംഭവിക്കുമ്പോൾ ഈ അന്ധക്കരണത്തിലെ വൃത്തിയെയും വൃത്തിയുടെ വിഷയമായിരിക്കുന്ന ഘടത്തെയും ഒരേപോലെ പ്രകാശിപ്പിച്ചും കൊണ്ടാണ് സാക്ഷി ഇരിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? സാക്ഷി നിന്നിട്ട് പ്രമാതാവിനുടെ വിഷയത്തെ കാണുമ്പോൾ രണ്ട് ജ്ഞാനം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് പ്രമാതാവിനുള്ള ജ്ഞാനം, ഒന്ന് സാക്ഷിക്കുള്ള ജ്ഞാനം. ഇത് പറയുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്ക്, ഇങ്ങനത്തെ ഒരു സംഭവം അറിയോ? ഇതിൽ പ്രമാതാവാണോ സാക്ഷിയാണോ ഞാൻ നോക്കേണ്ടത് ചോദിച്ചു നോക്ക്. ഒരേ ഒരു ചോദ്യം. ഇതൊക്കെ ബേസിക് ചോദ്യം മാത്രമാണ്. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു ചുക്കും ലോകത്തിൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഗുരുക്കന്മാര് ശാസ്ത്രബോധം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ചോദ്യത്തിൽ പണിവാളും. നല്ല മെനക്കേട്. പഠിക്കുന്ന കുട്ടികളുടെ തലമണ്ട പൊളിക്കുന്ന സാധനമാണ് സാക്ഷി. സാക്ഷി മനസ്സിലാക്കാനും നല്ല പാട്. സുഷുപ്തി സ്ഥലത്ത് സാക്ഷി എങ്ങനെ വ്യവഹരിക്കുന്നു, ജാഗ്രതയിൽ എങ്ങനെ വ്യവഹരിക്കുന്നു, ഭ്രമസ്ഥലത്ത് എങ്ങനെ പ്രയോഗിക്കുന്നു, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമേ സാക്ഷി ആരാ എന്നുള്ള കാര്യം കുറച്ചെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ഇനി അതിലാണോ നിൽക്കേണ്ടത്? അതിലും അല്ല. ശാസ്ത്രത്തിൽ നിന്ന് സാക്ഷിയുടെ ഉപാധിയെ മാറ്റിയിട്ട് കേവലനെ മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ ഞാൻ സാക്ഷിയെ എല്ലാറ്റിന്റെയും തടസ്സനായി നോക്കി നിൽക്കൂ, വെറുതെ സമയം കളയൽ പരിപാടി. അതുകൊണ്ടാണ് അനുഷ്ഠാനങ്ങൾ കൊണ്ട് സാക്ഷിക്ക് അവിടെ പ്രത്യക്ഷ രൂപത്തിൽ ഹൃദയത്തിൽ തെളിയാൻ പറ്റില്ല. അനുഷ്ഠാനങ്ങൾക്ക് അതിന് ചിലപ്പം തെളിയട്ടോ, നിങ്ങൾ ചിലപ്പം ട്രെയിൻ ചെയ്തോ, ചിലപ്പം തെളിഞ്ഞേക്കാം. പരിണാമവും വിവർത്തവും പറഞ്ഞെടുത്ത് എന്തോ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. ഏതെന്നാണോ താത്വികമായ എന്ന് പറഞ്ഞിട്ട് അതൊന്ന്
ഒന്ന് യസ് പറഞ്ഞാലൊന്ന് താത്വിക എഴുതിയെടുക്കാം. യസ് താത്വിക അന്യഥാഭാവോ ഉം. യസ് താത്വിക അന്യഥാഭാവോ പരിണാമ ഉദാഹൃതഃ അതാത്വിക അന്യഥാഭാവോ വിവർത്തഃ സ ഉദീരിതഃ. അതെ, ആദ്യത്തേതില് ഉദാഹൃതഃ എന്നാലും ഉദീരിതഃ എന്നാലും അല്ല, ആദ്യത്തെ ലൈനിലും അവസാനത്തെ ഒന്നുകൂടെ പറയൂ. അതാത്വിക അന്യഥാഭാവം അന്യഥാഭാവോ വിവർത്തഃ സഹ ഉദീരിതഃ. അതെ, ആദ്യത്തെ പങ്ക്തിയിൽ ഉദാഹൃത എന്നുള്ളത് ഉദീരിത എന്നാക്കിക്കോ. പറയുന്നു എന്ന അർത്ഥത്തിൽ വരട്ടെ. ഉദാഹരിക്കപ്പെട്ടു എന്നുള്ളതിനെക്കാട്ടും നല്ലത് പറയപ്പെട്ടു എന്ന അർത്ഥമായിക്കോട്ടെ. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അതെ, ഒരു കാര്യം, ഇത് നിങ്ങളുടെ ഇതൊക്കെ ഉണ്ടല്ലോ ക്ലാസ് യൂട്യൂബിൽ വരുന്നത്, അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. നമ്മളൊക്കെ പണ്ട്, അതായത് കൈലാസത്തിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഉപകരിക്കും. ആരെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കട്ടെ. അറിയൂ.